ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അന്ന് നടന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് സുരഭി ഒരുക്കിയ നാടകമായിരിക്കുമോ? അധ്യായം 48. മുത്തശ്ശിയുമായി അനന്തൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ത്രയംബകനെ ആരോ പരാജയപ്പെടുത്തിയ സംഭവം ജീവൻ പറയുകയുണ്ടായി. ആരാണ് അത്രയും സമർത്ഥനായ യോദ്ധാവ് എന്ന് സുരഭി ചോദിക്കുമ്പോൾ അത് തന്നെ അർത്ഥം വെച്ചുകൊണ്ടാണോ എന്ന് അനന്തന് സംശയം തോന്നി. മുത്തശ്ശിക്ക് ചായ ഒഴിച്ചു നൽകുന്നതിനിടെ അനന്തൻ സുരഭിയുടെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശിക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യമില്ലെങ്കിലും അനന്തൻ ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇത്തരം വാർത്തകളിൽ നല്ല താല്പര്യമാണെന്ന് കണ്ട് സുരഭി അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ആരാ അത് ചെയ്തതെന്ന് കൃത്യമായ ആർക്കും അറിയില്ല. പക്ഷെ 25 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു യുവാവാണ് ത്രയംബകനെ തോൽപ്പിച്ചതെന്ന് മാത്രം അറിയാം, സുരഭി പറഞ്ഞു. 25 വയസ്സിന് താഴെ പ്രായമുള്ള ചെറിയ പയ്യൻ ഇത്രയും വലിയ വീരനായ ത്രയംബകനെ തോൽപ്പിച്ചെന്നോ? നീ തമാശ പറയാണോ? സുരഭിയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ ചോദിച്ചു. അഥവാ അത് സത്യമാണെങ്കിൽ ആ പയ്യൻ കാണാൻ ഉറപ്പായും ഒരു ഗന്ധർവനെ പോലെയൊക്കെ ഉണ്ടാവും. അല്ല, ഗന്ധർവൻ തന്നെയാവും. അല്ലാതെ എങ്ങനെയാ ഈ ചെറുപ്രായത്തിൽ ഇത്രയും കഴിവുകൾ ഒരു മനുഷ്യന് നേടാനാവുക? സോ സ്ട്രോങ് ആൻഡ് ഹോട്ട്. ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ ആ ഗന്ധർവനെ. മഹിയുടെ അടുത്തിരുന്ന ഒരു പെൺകുട്ടി പറയുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. അനന്തനും അവൾ തന്നെ പറ്റി പറയുന്നത് കേട്ട് ഉള്ളിൽ ചിരിച്ചുവെങ്കിലും പുറമെ വലിയ ഭാവഭേദങ്ങളൊന്നും ഇല്ലാതെ നിന്നു. ഗന്ധർവനല്ല, മഹാമാന്ത്രികൻ. അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടവരൊക്കെ വിശേഷിപ്പിക്കുന്നത്, സുരഭി പറഞ്ഞു. ആൾ ഈ നാട്ടുകാരനാവാൻ ഒട്ടും സാധ്യതയില്ലല്ലേ? ഇവിടെ ഇത്രയും കഴിവുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി അറിയാതെ പോവോ? ഇതേതോ ദൂരദേശത്ത് നിന്നും വന്നതാണ് എന്നാ തോന്നുന്നേ. ഷോ, തിരികെ പോകുന്നതിന് മുൻപ് ആളെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ, ജീവ പറഞ്ഞു. അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് പോലും വിവരം കിട്ടിയില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാ അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയും ഒന്നും പുറത്ത് ആരോടും പറയരുത് എന്ന്. അവിടെ ആകെ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഭൂരിഭാഗം പേർക്കും വിവരങ്ങൾ പുറത്തു വിടാൻ ധൈര്യമില്ല. അല്പം ധൈര്യമുള്ളവരാണെങ്കിലോ ഒന്നും പൂർണ്ണമായി പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ ഫാമിലി ഏതാണെന്നോ ഒന്നും അറിയാൻ ഒരു വഴിയില്ല. എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോയതുപോലെ. സുരഭി അത് പറയുമ്പോൾ എല്ലാവരിലും നിരാശ തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, യോഗ്യരായ ആളുകൾക്ക് തീർച്ചയായും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാൻ കഴിയും. എനിക്ക് ഉറപ്പാ, രാജീവേട്ടൻ അതിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഏട്ടൻ എനിക്കും അദ്ദേഹത്തെ കാണാനുള്ള അവസരം നൽകും. സുരഭി അനന്തനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അവളുടെ വിചാരം രാജീവനെ പോലെയുള്ളവർക്ക് മാത്രമാണ് ആ മഹാമാന്ത്രികന്റെ ദർശനം നേടാനുള്ള യോഗ്യത ലഭിക്കുക എന്ന്. അതിനാൽ തന്നെ അനന്തനെ പോലെയുള്ളവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല എന്നും കരുതി. പക്ഷേ അവൾ അറിയുന്നില്ലല്ലോ, അനന്തനെ പറ്റി തന്നെയാണ് അവളും കൂട്ടുകാരും ഇത്രയും ആവേശത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുന്നത് എന്ന്. അല്പനേരം കൂടി അവിടെ മുത്തശ്ശിക്കൊപ്പം ചിലവിട്ട ശേഷം അനന്തൻ പോകാനിറങ്ങി. മുത്തശ്ശിക്ക് കാറിനരികിൽ വരെ കൂട്ടുചെന്ന അനന്തന്റെ കയ്യിലേക്ക് കുറച്ച് കാശ് അവർ വെച്ചു കൊടുത്തു. പക്ഷേ അത് അവൻ സ്നേഹത്തോടെ തിരികെ നൽകുകയാണ് ചെയ്തത്. മോനെ, നന്നായിട്ട് പഠിക്കണം. ആരോടും തല്ലുകൂടാനൊന്നും പോകരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയൊക്കെ വിളിക്കണം, അവർ പറഞ്ഞു. ഉറപ്പായി ഞാൻ അനാവശ്യമായ ആരെയും തല്ലില്ലെന്ന് മുത്തശ്ശിക്ക് വാക്ക് തരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലായിരിക്കും. നല്ല മാർക്ക് വാങ്ങിച്ച് മുത്തശ്ശിയുടെ അഭിമാനം കാക്കും. ഇത് വാക്കാണ്, പോരെ? ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിയുടെ ശരീരം ഞാൻ മുമ്പ് കണ്ടതിലും കൂടുതൽ ക്ഷീണിച്ചല്ലോ. നമ്മൾ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ മുത്തശ്ശിക്ക് ആരോഗ്യം കൂടാൻ വേണ്ടി നല്ലൊരു ഔഷധം ഉണ്ടാക്കി തരാം. ഓടാ ചെറുക്ക, നീ എപ്പോഴാ ഇത്ര വലിയ വൈദ്യനായേ? മുത്തശ്ശി അവന്റെ തോളിൽ ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞു. അനന്തൻ തമാശയായി പറഞ്ഞതാണ് എന്നാണ് അവർ കരുതിയത്. അവനിൽ ഒരു വൈദ്യനുണ്ടെന്ന് അവർ വെറുതെ പോലും ചിന്തിച്ചില്ല. മുത്തശ്ശി പോയതിനു ശേഷം കോളേജിലേക്ക് പോകാമെന്ന് കരുതിയ അനന്തനെ പക്ഷേ സുരഭി അതിനനുവദിച്ചില്ല. അവൾ അവനെ തടഞ്ഞു നിർത്തി. മുത്തശ്ശി പോയ സ്ഥിതിക്ക് ഇനി നിനക്ക് എന്നോട് വഴക്ക് കൂടണ്ടേ?
നല്ല ദേഷ്യം കാണുമല്ലോ ഞാൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. എന്താ ഒന്നും മിണ്ടാത്ത? ഉള്ള ദേഷ്യമൊക്കെ തീർത്തിട്ട് പോവോ, അല്ലെങ്കിലേ ഈ ദേഷ്യത്തിന് ഇരയാകുന്നത് പാവം കോളേജിൽ ആ പിള്ളേരാവും. സുരഭി അവന്റെ പിന്നാലെ നടന്ന് പ്രകോപിപ്പിക്കുകയാണ്. അനന്തൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് സുരഭി തുടർന്നു. പാവം മുത്തശ്ശി, കുറെ കാലം കൂടി ഇന്ന് നിന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാവും എന്ന് കരുതിയിട്ടുണ്ടാവൂല്ലേ. ഞാനും ഭയന്നു മുത്തശ്ശിയുടെ മനസ്സിൽ ഇനി അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോന്ന്. പക്ഷേ ഞാൻ കറക്റ്റ് സമയത്ത് നിന്നെ പറ്റി നല്ലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് കൂടിയായിരിക്കും ഇങ്ങനെ ഒരു തെമ്മാടിയെ മുത്തശ്ശി തറവാട്ടിലേക്ക് ക്ഷണിക്കാത്തത്. ഇപ്പൊ തന്നെ നീ ഞങ്ങളുടെ കുടുംബത്തിനെതിരെ നന്നായി കളിക്കുവാണല്ലോ. ഒരു പെട്ടിക്കടയുടെ വലുപ്പത്തിലുള്ള ഡിസ്പെൻസറി. ഞങ്ങളെ തോൽപ്പിക്കാനാവും ഭാവം അല്ലേ? ആ നിന്നെ ഇനി വീട്ടിലേക്കും കൂടി വിളിച്ചു കയറ്റിയ എന്തായിരിക്കും അവസ്ഥ? ഓർക്കാനും കൂടി വയ്യ. സുരഭി പറഞ്ഞു. സുരഭി, നീ വെറും ഒരു പൊട്ടിയ. നീ ഇങ്ങനെ കഥയറിയാതെ ആട്ടാടുന്നത് കാണുമ്പോ ശരിക്കും എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. നിനക്ക് എന്നെ പറ്റി തീരെ ധാരണയില്ല. നീ അറിയാത്തതായി ഒരുപാടുണ്ട്. അത് മാത്രം മനസ്സിലാക്കി മിണ്ടാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അനന്തൻ പറഞ്ഞു. എന്തേ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ഫീൽ ആകുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നിന്നെ ഇൻസൾട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഓരോ തവണയും നിന്റെ മുന്നിലേക്ക് വരുന്നത്. പക്ഷെ നിന്റെ സംസാരം കേൾക്കുമ്പോ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഈ ഭാവം കാണുമ്പോ നിന്റെ അഹങ്കാരം കുറയ്ക്കാനും സ്വന്തം നിലയും വിലയും എത്രയെന്ന് മനസ്സിലാക്കി തരാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ നീ സ്വയം ഒന്ന് നോക്ക്. നീ ഒരു സാധാരണ കോളേജ് സ്റ്റുഡന്റ് ആണ്. ഇവിടെയുള്ള ഞാനും എന്റെ സുഹൃത്തുക്കളും കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നീ ഞങ്ങൾക്ക് തുല്യമാവില്ല. നേരം വൈകാതെ കോളേജിലേക്ക് എത്താൻ ഏതെങ്കിലും സമയത്ത് വരുന്ന ബസ്സിൽ തൂങ്ങി പിടിച്ച് വരേണ്ട ഗതികേടാണ് നിനക്ക്. സുരഭി തന്റെ കാറിന്റെ താക്കോൽ വിരലിലിട്ട് കറക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഇവിടെയുള്ള എന്റെ ഫ്രണ്ട്സിൽ പലരും ഇപ്പൊ തന്നെ ഫാമിലി ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. നീയോ ഇപ്പോഴും അച്ഛന് കിട്ടുന്ന നക്കാപ്പിച്ചയെ ആശ്രയിച്ച് ജീവിക്കുന്നു. നീയൊന്നും ഇവരുടെ ഒന്നും 7 അയലത്ത് വരരുതായിരുന്നു. എന്നിട്ടാണ് മഹിയെ തല്ലാൻ പോയിരിക്കുന്നത്. നിനക്ക് അവന്റെ നേടൽ വെട്ടത്ത് വരാനുള്ള യോഗ്യതയുണ്ടോ? ഇവന്മാര് വിചാരിച്ച സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് നിന്നെ കോളേജിൽ നിന്ന് ഈസി ആയിട്ട് പുറത്താക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടാ ആളെ വിട്ട് നിന്റെ കൈയും കാലും തല്ലി ഓടിക്കണമെന്ന തീരുമാനം ഇവര് വേണ്ടാന്ന് വെച്ചത് തന്നെ. ജീവൻ രക്ഷിച്ചാൽ പോലും നന്ദി ഉണ്ടാവില്ലെന്ന് അറിയാം. എന്നാലും മനുഷ്യത്വത്തിന്റെ പേരിൽ ചെയ്തൂന്നേ ഉള്ളൂ. കാരണം ഒരിക്കലും നിന്നെ സ്നേഹിച്ചിരുന്നതല്ലേ. ഇപ്പൊ അതൊന്നും എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. സുരഭി പറഞ്ഞു. അനന്തനോട് സുരഭി പറയുന്നതൊക്കെ കേട്ടു നിന്ന മഹിയുടെയും ജീവന്റെയും ഒക്കെ മുഖത്ത് അഹംഭാവം നിറഞ്ഞു. സുരഭി അവരെ അത്രത്തോളം പൊക്കി അടിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ അനന്തന്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. നീ അഹങ്കരിച്ച് നടന്നു അനന്ത. ഞാൻ ഈ പറയുന്നതൊന്നും നിന്റെ തലയിൽ കയറാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു നാൾ നീ അടിതെറ്റി വീഴും. അന്നേ നിനക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. സുരഭി അനന്തനെ വീണ്ടും ഉപദേശിച്ചു. അവർ അനന്തന്റെ പ്രതികരണത്തിന് പോലും കാക്കാതെ അവരവരുടെ വണ്ടിയിലേക്ക് കയറി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന അനന്തനെ നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ജീവൻ തന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞു. ആ കാലണയ്ക്ക് വകയില്ലാത്ത ചെക്കന്റെ ഒരു അഹങ്കാരം തീർത്തു കൊടുത്തേനെ ഞാൻ. അവന്റെ മുത്തശ്ശി ഒപ്പം ഉണ്ടായിപ്പോയി. അവരുടെ ഒന്നും നീരസം സമ്പാദിക്കുന്നത് അത്ര നന്നല്ല. അതുകൊണ്ട് ഒതുങ്ങിയതാ ഞാൻ. ജീവൻ പറഞ്ഞു. ഇനിയും അവൻ നമ്മുടെ കയ്യിൽ വന്ന് പെടുവന്നേ. അവസരം നോക്കിയേ കളിക്കാവൂന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോ ഇവന്റെ കാര്യമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നായർ ഗ്രൂപ്പിന്റെ ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ജീവന്റെ ഫ്രണ്ട് പറഞ്ഞു. ശരിയാ, കുറച്ചു ദിവസങ്ങളായി മൃതസഞ്ജീവനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞ. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് ഒക്കെ ഡള്ളാണ്. ഇപ്പൊ ബുദ്ധിപൂർവം നീങ്ങിയാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് നേടാം. ജീവൻ പറഞ്ഞു. അനന്തൻ ബസ് സ്റ്റോപ്പിൽ ആയതുകൊണ്ട് തന്നെ ജീവന്റെ ബിസിനസ് മീറ്റിനെ പറ്റിയുള്ള ചർച്ചകളൊന്നും കേട്ടില്ല. അവൻ മറ്റു വിഷയങ്ങളെല്ലാം തലയിൽ നിന്ന് കളഞ്ഞുകൊണ്ട് കോളേജിലെത്തി. അനന്തൻ ഇപ്പോൾ കോളേജ് മുഴുവൻ അറിയപ്പെടുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അവനോട് അധികം ആരും അങ്ങനെ സംസാരിക്കാറില്ല. അനന്തനോട് കൂട്ടുകൂടിയാൽ കോളേജ് യൂണിയന്റെ ശത്രുത സമ്പാദിക്കേണ്ടി വരും എന്നതും ഒരു കാരണമാണ്. അതിനാൽ ക്ലാസ്സിലെ അപൂർവം ചില പെൺകുട്ടികൾ മാത്രമേ അനന്തനോട് ഇപ്പോഴും കൂട്ടുകൂടാൻ ശ്രമിക്കാറുള്ളൂ. ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും
അനന്തന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അനന്തൻ അത് അറ്റൻഡ് ചെയ്തതും മറുതലയ്ക്കൽ നിന്ന് ഭവ്യതയോടെ ഒരു പുരുഷ ശബ്ദം കേട്ടു. അനന്തൻ സർ, അങ്ങ് തിരക്കിലല്ലോ. ഞാൻ വിളിച്ചത് ശല്യമായിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. അയാൾ പറഞ്ഞു. മിസ്റ്റർ ശങ്കരനാരായണൻ, നിങ്ങൾ വിളിച്ചത് എന്തിനു വേണ്ടിയായാലും ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരൂ. അനന്തൻ പറഞ്ഞു. അത് പിന്നെ ഇന്നലെ ഞാൻ വാക്ക് തന്നതുപോലെ ഞങ്ങളുടെ ബിസിനസിന്റെ 15% അങ്ങയുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ട ഫോർമാലിറ്റീസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇവിടെ വന്ന് പേപ്പേഴ്സിലൊന്ന് സൈൻ ചെയ്യാമോ? ശങ്കരനാരായണൻ അത് ചോദിക്കുമ്പോഴാണ് തലേ ദിവസം രക്ഷപ്പെടാൻ വേണ്ടി അയാൾ സ്വത്തുക്കൾ തന്റെ പേരിലേക്ക് തന്നേക്കാമെന്ന് പറഞ്ഞതും താൻ അതിന് സമ്മതിച്ചതുമൊക്കെ അനന്തന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. മൃതസഞ്ജീവനിയിലേക്ക് പോയതും പിന്നെ സൈരന്ധ്രി കാരണമുണ്ടായ തലവേദനയും മുത്തശ്ശിയുടെ വരവും ഒക്കെ കൂടി ആയപ്പോൾ അനന്തൻ ഇക്കാര്യം പൂർണ്ണമായും മറന്നുപോയി. അനന്തന്റെ മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ശങ്കരനാരായണൻ വീണ്ടും ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഞാൻ വണ്ടി അയച്ചോട്ടെ? അനന്തൻ അതിന് സമ്മതം മൂളി. അനന്തൻ പ്രതീക്ഷിച്ചതുപോലെ കൃത്യസമയത്ത് തന്നെ വണ്ടി വന്നു. ആദ്യം അരുന്ധതിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത ശേഷമാണ് അനന്തൻ മീറ്റിങ്ങിന് പോയത്. അവിടെ എത്തിയതും മാലിനി ഒരു പുഞ്ചിരിയോടെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. കാറെത്താൻ ലേറ്റ് ആയില്ലല്ലോ, ഒരുപാട് നേരം കാത്തു നിന്നോ? ആതിഥ്യ മര്യാദയോടെ മാലിനി ചോദിക്കുന്നത് കേട്ട് അനന്തൻ കണ്ണ് ചിമ്മാതെ അവളെ നോക്കി. ആദ്യമായാണ് മാലിനിയുടെ മുഖത്ത് ഇത്രയും പോസിറ്റിവിറ്റി അനന്തൻ കാണുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അഹങ്കാരവും ദേഷ്യവുമായിരിക്കും അവളുടെ സ്ഥായി ഭാവം. തലേ ദിവസത്തെ കോളിളക്കത്തിന്റെ ഫലമാണ് മാലിനിയിൽ കാണുന്ന ഈ മാറ്റമെന്ന് അനന്തന് മനസ്സിലായി. കുറെ ആളുകൾ ഇരിക്കുന്ന മീറ്റിംഗ് ഹാളിലേക്കാണ് മാലിനി തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് കണ്ട അനന്തൻ ഒന്ന് നിന്നു. ഇതെന്താണ് ഇത്രയും അധികം ആളുകൾ? അവൻ ചോദിച്ചു. മൃതസഞ്ജീവനിയിലെ ചെടികളും നശിച്ചു പോയതിനാൽ ഞങ്ങൾക്ക് കുറച്ച് ഓർഡർ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല. ആ ക്ലയൻസ് വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചു പേര് പ്രോപ്പർട്ടിയുടെ പുതിയ ഷെയർ ഹോൾഡറിനെ പരിചയപ്പെടാനും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്തുന്ന സമയം കണക്കാക്കി ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മാലിനി വിശദീകരിച്ചു. മീറ്റിംഗ് റൂമിലെ വിൻഡോയിലൂടെ ഉള്ളിലേക്ക് നോക്കിയ അനന്തൻ ചില പരിചിത മുഖങ്ങൾ കണ്ട് മാലിനിയെ വാതിൽ തുറക്കുന്നതിൽ നിന്നും തടഞ്ഞു. ജീവനും കൂട്ടുകാരും അനന്തനെ കാണുമോ? കണ്ടാൽ അവരുടെ പ്രതികരണം എന്താകും? അധ്യായം 49. പ്രോപ്പർട്ടിയുടെ 15% തന്റെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒന്ന് സൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നായർ ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തിയ അനന്തൻ അവിടെ വലിയൊരു മീറ്റിംഗിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കണ്ട് മാലിനിയോട് കാര്യം തിരക്കി. പുതിയ ഷെയർ ഹോൾഡറിനെ പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് ഇതെന്നറിഞ്ഞ അനന്തന് അതിൽ അത്ര തൃപ്തി തോന്നിയില്ല. നോക്ക് മാലിനി, എനിക്ക് ഈ വക ഷോ ഓഫിനോട് തീരെ താല്പര്യമില്ല. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ചെറിയൊരു ഡീൽ ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു, അനന്തൻ പറഞ്ഞു. അനന്തൻ ആ പറഞ്ഞത് കേട്ട് മാലിനി അതിശയിച്ചു. ഇത്രയും സ്വത്തുക്കൾ ലഭിക്കുമ്പോൾ ആരായാലും ഒന്ന് മതിമറക്കും. എങ്ങനെ താൻ ഒരു പണക്കാരനാണെന്ന് 4 ആളെ അറിയിക്കും എന്ന് വിഷമിച്ച് നടക്കുന്നവർക്കിടയിൽ അനന്തനെ പോലെയുള്ളവർ അപൂർവമാണെന്ന് അവൾ ഓർത്തു. സോറി സർ, ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാന്ന്. ഏതായാലും മീറ്റിംഗ് അറേഞ്ച് ചെയ്തു പോയി. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. സാർ എന്റെ ഒപ്പം വന്നോളൂ. മാലിനി മീറ്റിംഗ് ഹാളിലേക്ക് കയറാതെ അടുത്തുള്ള ലിഫ്റ്റിനരികിലേക്ക് നടന്നു. പക്ഷേ മാലിനിയെ കാത്ത് മീറ്റിംഗ് റൂമിൽ അക്ഷമരായി ഇരിക്കുന്നവരിൽ ചിലർ മാലിനി തിരിച്ചു പോകുന്നത് കണ്ട് അവളുടെ പിന്നാലെ ചെന്നു. ഏയ് മിസ് മാലിനി, മീറ്റിംഗ് തുടങ്ങേണ്ട നേരം കഴിഞ്ഞല്ലോ, എന്താ ഇനിയും താമസം? മാലിനി മാഡം വരൂ, നമുക്ക് ചെടികളുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനത്തിലെത്തണം. പുതിയ ഷെയർ ഹോൾഡേഴ്സ് ഇതുവരെ എത്തിയില്ലേ മാം? സമയം ഒരുപാട് വൈകിയല്ലോ. എന്താണ് മിസ് മാലിനി ഒരു കൃത്യനിഷ്ഠയില്ലാതെ പെരുമാറുന്നത്? ഓരോരുത്തരും ഓരോന്ന് ചോദിച്ച് മാലിനിയെ ശല്യം ചെയ്തു. അവരുടെ സംസാരം കേട്ടാൽ അറിയാം അവരുടെ ആവശ്യം മാലിനിയോട് അല്പനേരം പഞ്ചാര വർത്തമാനം പറഞ്ഞു നിൽക്കുക എന്നതാണ് എന്ന്. അത്രയ്ക്ക് സുന്ദരിയാണ് അവൾ. വഴി തടഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ തുടരെ തുടരെയുള്ള ചോദ്യം ചെയ്യൽ അവളെ നന്നായി വിഷമിപ്പിച്ചു. എക്സ്ക്യൂസ് മീ, സെക്യൂരിറ്റി. അവൾ പരിഭ്രമത്തോടെ വിളിച്ചതും 1-2 സെക്യൂരിറ്റീസ് വന്ന് അവരെയെല്ലാം മാറ്റി അവൾക്കുള്ള വഴി ഒരുക്കി കൊടുത്തു. ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു യുവാവ് മാത്രം മാലിനിയെയും അനന്തനെയും അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട്. മറ്റാരുമല്ല, സുരഭിയോടൊപ്പം കോഫി പാലസിൽ വന്ന ജീവൻ മേനോൻ. അയാൾ
അനന്തനെ അവിടെ കണ്ടിട്ട് വിശ്വാസം വരാതെ സ്വന്തം കണ്ണുകൾ അമർത്തി തിരുമ്മി. ഇത് രാവിലെ ഞാൻ കണ്ട ആ ചെക്കൻ തന്നെയല്ലേ? അതെ, അനന്തൻ തന്നെ. അവൻ എന്താണ് ഇതുപോലൊരു സ്ഥലത്ത്, അതും മാലിനിയുടെ ഒപ്പം ഹൈ സെക്യൂരിറ്റിയുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ? താനിനി വല്ല സ്വപ്നം കാണുവാണോ, അതോ ആള് മാറിപ്പോയതോ? ജീവന് ആകെ ഒരു പൊരുത്തക്കേട് തോന്നി. മാലിനി അനന്തനെയും കൊണ്ട് നേരെ പോയത് ചെയർമാന്റെ ഓഫീസിലേക്കാണ്. അവിടെ എല്ലാവരും അനന്തനെ കാത്തിരിക്കുകയാണ്. അനന്തൻ ആ ഓഫീസ് ആകെ കണ്ണോടിച്ചു. മുകളിലത്തെ നിലയിലെ റൂം ആയതുകൊണ്ടും ഒരു വശം മുഴുവൻ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് കൊണ്ടും അവിടെ നിന്നാൽ ആ സിറ്റി മുഴുവൻ കാണാം. വരൂ മിസ്റ്റർ അനന്തൻ വർമ്മ, ഇരിക്കൂ, വക്കീൽ പറഞ്ഞു. സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് എടുക്കൂ, എനിക്ക് വേഗം തിരികെ പോകണം, അനന്തൻ പറഞ്ഞു. ശങ്കരനാരായണൻ വേഗം തന്നെ പേപ്പേഴ്സ് എടുത്ത് അനന്തന്റെ കയ്യിലേക്ക് കൊടുത്തു. നന്നായി വായിച്ചു നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ഒപ്പുവെച്ചാൽ മതി, വക്കീൽ പറഞ്ഞു. അതിന്റെ യാതൊരു ആവശ്യമില്ല. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അനന്തൻ പറഞ്ഞതിന്റെ അർത്ഥം വക്കീലിന് മനസ്സിലായില്ല എങ്കിലും ശങ്കരനാരായണന് മനസ്സിലായി. ആദിശേഷന്റെ ശക്തിയുള്ള അനന്തന് ഭൂമിയിൽ എന്തെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കടലാസുകളുടെ യാതൊരു ആവശ്യവുമില്ല എന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു നിയമവും അദ്ദേഹത്തിന് ബാധകമല്ല. അഥവാ താൻ അനന്തനെ ചതിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ സകല സ്വത്തുക്കളോടൊപ്പം തന്നെയും ചേർത്ത് അനന്തൻ ഭസ്മമാക്കുമെന്ന് അയാൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. അനന്തൻ തികച്ചും ശാന്തനായിരുന്ന് ഒപ്പിടുന്നത് കണ്ട രണ്ടു വക്കീലന്മാരും പരസ്പരം നോക്കി. ഇത്രയും സ്വത്തുക്കൾ ഒറ്റയടിക്ക് കയ്യിൽ വന്നിട്ടും അതിനെപ്പറ്റി യാതൊരു വിവരവും അറിയണമെന്ന് അനന്തൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. അവരുടെ രണ്ടാളുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമായിട്ടാണ്. ഒരിക്കലും ഞങ്ങൾ അങ്ങയുടെ വിശ്വാസവഞ്ചന കാണിക്കില്ല, ശങ്കരനാരായണൻ അനന്തൻ ഉറപ്പ് നൽകി. ഞാൻ ഇതെല്ലാം സൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതൊന്നും നോക്കി നടത്താനുള്ള ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ ഇല്ല. അതിനു വേണ്ടി കളയാൻ സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതെല്ലാം നന്നായിട്ട് നോക്കി നടത്തിക്കോളൂ, അനന്തൻ അയാളോട് പറഞ്ഞു. മാലിനിക്കും മുത്തശ്ശനും ഇത് കേട്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. അനന്തൻ ഇത്തരം ബിസിനസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ തന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന ബിസിനസ് അപരിചിതനായ ഒരാളെ ഏൽപ്പിച്ച് തുലയ്ക്കാൻ അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മനസ്സറിഞ്ഞതുപോലെയാണ് ഇപ്പോൾ അനന്തൻ തീരുമാനമെടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം അനന്തൻ സർ. ഞങ്ങൾ ഇത്ര നാൾ എങ്ങനെയാണോ ഈ ബിസിനസ് നോക്കി നടത്തിയത് അതുപോലെ തന്നെ ഒരു വേർതിരിവുമില്ലാതെ ഇനിയും ഞങ്ങളത് തുടരും, മാലിനി പറഞ്ഞു. അങ്ങേക്ക് ബിസിനസ്സിൽ താല്പര്യം കാണില്ല, പക്ഷെ ഔഷധങ്ങളിൽ താല്പര്യം ഉണ്ടാകുമല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു മരുന്ന് ഫാക്ടറി ഉണ്ട്. സമയമുണ്ടെങ്കിൽ അവിടെ വന്ന് മരുന്നുകളൊക്കെ ഒന്ന് നോക്കിയ ശേഷം മടങ്ങിയാ പോരെ, മാലിനിയുടെ മുത്തശ്ശൻ ചോദിച്ചു. ഇവിടെ നിങ്ങൾക്ക് മരുന്ന് നിർമ്മാണം ഉണ്ടോ? അതെനിക്ക് പുതിയൊരു അറിവാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കണ്ടു കളയാം, അനന്തൻ പറഞ്ഞു. മാലിനിക്ക് ഇത് കേട്ട് വളരെയധികം സന്തോഷമായി. അവൾ ആവേശത്തോടെ മുത്തശ്ശനെ വിളിച്ചു. നമുക്ക് എത്രയും വേഗം അങ്ങോട്ടേക്ക് പോവാം മുത്തശ്ശ. ഞാനില്ല, മോൾ ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹത്തെയും കൂട്ടി അങ്ങോട്ട് ചെന്നോളൂ. എനിക്കിവിടെ എത്രയും വേഗം തീർക്കേണ്ട ചില ജോലികൾ കൂടി ബാക്കിയുണ്ട്, മുത്തശ്ശൻ പറഞ്ഞു. അനന്തനെയും കൂട്ടി ഒറ്റയ്ക്ക് പോകണമെന്ന് കേട്ടപ്പോൾ എന്തോ അകാരണമായ ഭയം മാലിനിയിൽ നിറഞ്ഞു. അവൾ ആശങ്കയോടെ ഇരു കൈകളും കൂട്ടിത്തിരുമ്മി. സമയം പാഴാക്കണ്ട, നമുക്ക് പോകാം, അനന്തൻ മാലിനിയോട് ചോദ്യഭാവത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അത് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഫാക്ടറിയിലേക്ക്. ഡ്രൈവർ ആണെങ്കിൽ ഒരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അയാൾ ഇപ്പൊ തിരിച്ചെത്താറായിട്ടുണ്ട്. സാറിന് തിരക്കില്ലെങ്കിൽ നമുക്ക് അതുവരെ കാറിൽ വെയിറ്റ് ചെയ്യാം. മാലിനി അനന്തന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാതെ ചെറിയ ഭയത്തോടെയാണ് അത് ചോദിച്ചത്. അനന്തൻ പക്ഷേ മറുപടി ഒന്നും പറയാതെ കാറിന്റെ അരികിലേക്ക് നടന്നു. മാലിനിയും ഒപ്പം ചെന്നു. ആ വിശാലമായ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ അനന്തന്റെയും മാലിനിയുടെയും ഇടയിൽ വല്ലാത്ത നിശബ്ദതയായിരുന്നു. ഒടുവിൽ അനന്തൻ തന്നെയാണ് അത് മറികടന്നത്. എന്തൊക്കെ തരം മരുന്നുകളാണ് നിങ്ങൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത്? നിങ്ങൾക്ക് ആരൊക്കെയായിട്ടാണ് ഡീൽ? അനന്തൻ ചോദിച്ചു. ഇപ്പോ ഒരു വിശേഷപ്പെട്ട മരുന്ന് നിർമ്മിക്കുന്നുണ്ട്. അത് മറ്റൊരു മരുന്നുശാലയിലും ലഭിക്കില്ല. ഒരു അപൂർവമായ രഹസ്യക്കൂട്ടാണ്, മാലിനി പറഞ്ഞു. മാലിനി അത് പറയുമ്പോൾ അനന്തൻ പഴയ ചില ഓർമ്മകളിലേക്ക് പോയി. നാഗലോകത്തെ ജീവിതം കൊണ്ട് മാത്രമല്ല തനിക്ക് മരുന്നുകളോട് ഇത്രയും കമ്പം.
കുട്ടിക്കാലം മുതലേ തന്നെ തറവാട്ടിൽ ഇങ്ങനെ അപൂർവ ഔഷധങ്ങളെ പറ്റിയുള്ള ചർച്ചകളും സംസാരങ്ങളും കേട്ടാണ് താൻ വളർന്നത്. രാജീവേട്ടൻ കളരി പഠിക്കുന്നതിനിടെ പല കുറി നല്ല മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മുത്തശ്ശൻ രാജീവേട്ടന് വേണ്ടി ഇതുപോലെ എന്തോ ഒരു പ്രത്യേക ഔഷധം തയ്യാറാക്കി നൽകാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ക്ലയൻസ് ഉണ്ട് സർ. ഓർഡർ അനുസരിച്ച് ചെടികൾ എത്തിച്ചു കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഇത്തവണ ചെടികളുടെ നാശത്തിന് ശേഷം പല ഓർഡറും ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ സാർ, സാറിന് ചാരിയിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഷൂ അഴിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്നതാണ് സാർ നല്ലത്. ഞാൻ അഴിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മാലിനി മുന്നോട്ട് ആഞ്ഞതും അനന്തൻ ഞെട്ടി തന്റെ കാൽ പുറകിലേക്ക് വലിച്ചു. മാലിനിയെ പോലെ ഒരു പെൺകുട്ടി യാതൊരു മടിയും കൂടാതെ തന്റെ ഷൂസ് അഴിക്കാൻ പോലും മുതിരുമ്പോൾ അതിൽ വല്ലാത്ത അസ്വാഭാവികത തോന്നി അനന്തന്. മാലിനിയുടെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ ഒരു നിഗൂഢത പോലെ. കാറിനുള്ളിലിരുന്ന് മാലിനി തന്റെ ജാക്കറ്റ് ഊരി മടക്കി വെച്ചു. അവൾ ധരിച്ചിരുന്ന സ്ലീവ്ലെസ് ടോപ്പ് അവളുടെ മേനി സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ട്. മാലിനി അനന്തനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ച് ചാരിയിരുന്നു. ഡ്രൈവർ വരാൻ അല്പം കൂടി നേരം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങേക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഗ്ലാസ് വൈനായാലോ? മാലിനി ചോദിച്ചു. അത് പറഞ്ഞുകൊണ്ട് മാലിനി വൈൻ ബോട്ടിൽ തുറന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി. അനന്തൻ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതും മാലിനി അത് സ്വയം കഴിച്ചു. ഒരു ഗ്ലാസ് വൈൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മാലിനിക്ക് തന്റെ ഉള്ളിലെ പേടി അല്പം അടക്കാൻ കഴിഞ്ഞത്. അവൾ അനന്തനോട് പറഞ്ഞു, സർ, അന്ന് മൃതസഞ്ജീവനിയിൽ നടന്നത് എല്ലാം എന്റെ തെറ്റ് കാരണമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടും ഇത്രയും ദിവസമായിട്ടും ഞാൻ ഒരു ക്ഷമ പോലും പറഞ്ഞില്ല. ഇപ്പോൾ ഞാൻ അങ്ങയോട് ക്ഷമ പറയുന്നു. മാത്രമല്ല, ആ തെറ്റിന് പകരമായി ഇന്ന് അങ്ങ് എന്താവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇനി അഥവാ ഞാൻ ഈ കഴിക്കുന്ന ഡ്രിങ്ക്സിന്റെ പേരിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചാലും സാർ എന്നോട് ക്ഷമിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് മാലിനി തന്റെ ചുണ്ട് ചെറുതായി കടിക്കുമ്പോൾ അവളുടെ മുഖത്ത് വശ്യത തെളിഞ്ഞു. അവൾ തുറന്ന വൈൻ ബോട്ടിലിന്റെയും പിന്നെ അവളുടെ ശരീരത്തിലെ മനം മയക്കുന്ന അത്തറിന്റെയും ഒക്കെ ഗന്ധം ആരെയും മത്ത് പിടിപ്പിക്കുന്ന തരത്തിൽ ആ കാറിൽ ആകെ പടർന്നു. മാലിനി കഴിവതും അനന്തന്റെ അരികിലേക്ക് ചേർന്നാണ് ഇരിക്കുന്നത്. അനന്തന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ തീർച്ചയായും മാലിനിയുടെ ഇംഗിതത്തിന് വഴങ്ങിപ്പോയേനെ. പക്ഷേ അനന്തൻ സ്വന്തം ഇന്ദ്രിയങ്ങളെ പോലും ജയിച്ചവനാണ്. ഇതുപോലെയുള്ള ചെപ്പടി വിദ്യ കാട്ടി അവനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് മാലിനി മനസ്സിലാക്കിയിട്ടില്ല. അനന്തന് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു അവളുടെ അസ്വാഭാവികമായ പെരുമാറ്റത്തിൽ. ഇപ്പോൾ അവളുടെ ഉദ്ദേശം അനന്തൻ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്തു. ഇത്രയും മതപ്പതിക്കരുതായിരുന്നു മിസ് മാലിനി. നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ വളരെ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നും ഇത്രയ്ക്ക് താഴേക്ക് വരരുതായിരുന്നു. അനന്തൻ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് നിഴലിച്ച നിരാശ മാലിനി തിരിച്ചറിഞ്ഞു. അനന്തൻ തന്റെ വഴിക്ക് വരുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ കള്ളങ്ങൾ കണ്ടുപിടിക്കുകയും തന്നെപ്പറ്റി തരം താഴ്ത്തി ചിന്തിക്കുകയും കൂടി ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാലിനിയുടെ മുഖം ഇരുണ്ടു. അവൾക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അവൾ പതർച്ച പുറത്ത് കാണിക്കാതെ അനന്തനോട് സംസാരിച്ചു. അതെ സാർ, ഞാനൊരു വിഡ്ഢി തന്നെയാണ്. അധപതിച്ചവൾ. ഞാൻ കാരണമാണല്ലോ മൃതസഞ്ജീവനിക്ക് ഈ അവസ്ഥ വന്നത്. മാത്രമല്ല, ഇപ്പോ എന്റെ മുത്തശ്ശന് നായർ ഗ്രൂപ്പ്സിന്റെ 15% ബിസിനസ് പോലും നിങ്ങൾക്ക് വിട്ടു നൽകേണ്ടി വന്നു. നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ ഞങ്ങളുടെ കമ്പനിയിലുള്ള മറ്റു ഷെയർ ഹോൾഡേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാം, മൃതസഞ്ജീവനിയിലെ ചെടികൾ മുഴുവനായും ഒറ്റയടിക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. എനിക്ക് മറ്റ് ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ കുറച്ച് സമയം വേണം. മാലിനി പറഞ്ഞു. നിനക്ക് ബിസിനസ് ആണ് സംസാരിക്കേണ്ടിയിരുന്നതെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കണമായിരുന്നു. പകരം ഇങ്ങനെ തരം താഴ്ന്ന സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടിയിരുന്നില്ല. അതുപോട്ടെ, അല്ലെങ്കിലും ഞാൻ അവിടെയുള്ള അത്രയും ചെടികൾ ഒറ്റ ദിവസം തന്നെ മാറ്റാനൊന്നും പോകുന്നില്ല. അനന്തൻ അത്രയും പറഞ്ഞ് പെട്ടെന്ന് നിർത്തി. കുറച്ചധികം വൈൻ കഴിച്ചതിന്റെ ഫലമായി മാലിനിയുടെ മുഖത്ത് അതിന്റെ ലഹരി പടരുന്നത് അനന്തൻ തിരിച്ചറിഞ്ഞു. മെല്ലെ അവളുടെ സ്വബോധം നഷ്ടപ്പെടുമെന്ന് അനന്തൻ ചിന്തിച്ചു. ഇതെല്ലാം മാലിനിയുടെ നാട്യമായിരിക്കുമോ? എന്തായിരിക്കും അവളുടെ പുതിയ പദ്ധതി? അധ്യായം 50. കാർ
കാറിൽ വെച്ച് തന്നെ വശീകരിക്കാനുള്ള മാലിനിയുടെ ശ്രമം അനന്തൻ തടഞ്ഞു. മൃതസഞ്ജീവനിയിലെ ചെടികൾ ഒന്നാകെ അനന്തൻ കൊണ്ടുപോകരുത് എന്നതായിരുന്നു മാലിനിയുടെ ആവശ്യം. തനിക്കതെല്ലാം ഒറ്റയടിക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമില്ല എന്ന് അനന്തൻ അവളെ അറിയിച്ചു. അപ്പോഴേക്കും കഴിച്ച വൈനിന്റെ ലഹരി മാലിനിയിൽ പ്രകടമായി തുടങ്ങി. എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് മൃതസഞ്ജീവനി. നിങ്ങള് അത് എന്നേക്കാൾ നന്നായി നോക്കൂ എന്ന് എനിക്ക് ഉറപ്പ് നൽകൂ, മാലിനി ചോദിച്ചു. അനന്തന് അവളുടെ അവസ്ഥ മനസ്സിലായി. അവിടെ മറ്റാരും അറിയാത്ത എന്തൊക്കെയോ പിന്നിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ചെടികളും പൂക്കളും കേടുവരാൻ കാരണം അതാണ്. അതെന്താണ് എന്ന് തനിക്ക് പോലും അറിയില്ല. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം പഴി കേൾക്കുന്നത് മാലിനിയാണ്. താനുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ് പൂക്കൾ നശിച്ചത് എന്നാകും എല്ലാവരും വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അനന്തന് മാലിനിയുടെ അവസ്ഥയിൽ ഒരൽപ്പം സഹതാപം തോന്നി. സ്വന്തം സൗന്ദര്യം ഉപയോഗിച്ച് എന്തും നേടാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയായി എന്നെ കാണരുത്. എനിക്ക് മൃതസഞ്ജീവനി അത്രയേറെ വിലപ്പെട്ടതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. ഒരുപക്ഷെ എനിക്ക് എന്നേക്കാൾ വിലപ്പെട്ടത് എന്റെ ഗാർഡൻ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗാർഡന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്നെ സ്വയം സമർപ്പിക്കാൻ പോലും തയ്യാറാ, മാലിനി പറഞ്ഞു. അനന്തൻ പലതവണ ആലോചിച്ചിരുന്നു എന്ത് കണ്ടിട്ടാണ് മൃതസഞ്ജീവനി പോലെ ഒരു വലിയ ഗാർഡന്റെ മുഴുവൻ ചുമതല മാലിനിയെ പോലെ ഒരു പെൺകുട്ടിയെ ഏൽപ്പിച്ചത് എന്ന്. അഹങ്കാരവും പത്രാസും മാത്രം കാണിച്ചു നടക്കുന്ന അവൾക്ക് ഇതൊക്കെ നോക്കി നടത്താനുള്ള കാര്യപ്രാപ്തിയുണ്ടോ എന്ന് അനന്തൻ കുറെ ആലോചിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്, മൃതസഞ്ജീവനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത സ്വഭാവമാണ് മാലിനിക്കെന്ന്. ഇത് കണ്ടു തന്നെയാവണം അവളുടെ മുത്തശ്ശൻ അവളെ തന്നെ അത് ഏൽപ്പിച്ചത്. അനന്തനുമായി ഒരു പ്രശ്നം അന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും മാലിനി തുടർന്നും അത് നല്ല രീതിക്ക് തന്നെ നടത്തിയേനെ എന്ന് പോലും അനന്തൻ ചിന്തിച്ചു. മാലിനി ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഞാൻ തന്നെ തന്റെ മുത്തശ്ശനോട് പറയാം, തന്നെ ഒരു കാരണവശാലും ഗാർഡന്റെ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്ന്. പക്ഷെ അതിനു പകരം മാലിനിയും എനിക്കൊരു വാക്ക് തരണം, ഒരിക്കലും ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ തരം താടാൻ മുതിരരുത് എന്ന്. മാലിനിയെ പോലെ അംബീഷ്യസ് ആയ സ്ത്രീകളിൽ നിന്ന് ഇതല്ല നമ്മുടെ സമൂഹത്തിന് ആവശ്യം. വളർന്നു വരുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ തന്നെ ഒരു റോൾ മോഡലായി കാണുന്നുണ്ട്. അവർക്കൊരു നല്ല മാതൃകയാണ്, അനന്തൻ പറഞ്ഞു. അനന്തൻ പറഞ്ഞത് കേട്ട് മാലിനിയുടെ മുഖം വിടർന്നു. അവൾ അത് തീരെ പ്രതീക്ഷിച്ചില്ല. തന്റെ പ്രലോഭനങ്ങൾക്കൊത്ത് അനന്തൻ വഴങ്ങാതെ ഇരുന്നപ്പോൾ അവൾ കരുതിയത് അനന്തൻ തനിക്ക് വേണ്ടി ഇതൊരിക്കലും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ തന്നിൽ നിന്ന് യാതൊരു പ്രതിഫലവും മോഹിക്കാതെ തന്നെ തനിക്ക് വേണ്ടത് ചെയ്തു തരാൻ അനന്തൻ സമ്മതിച്ചിരിക്കുന്നു. അവൾക്ക് അതിയായ സന്തോഷം തോന്നി. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മൃതസഞ്ജീവനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കും, നേരായ മാർഗത്തിൽ തന്നെ, മാലിനി പറഞ്ഞു. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. തന്റെ ആവശ്യം നേടിയ സ്ഥിതിക്ക് ആ മടക്കി വെച്ച ജാക്കറ്റ് എടുത്ത് ധരിക്കൂ, അനന്തൻ പറഞ്ഞത് കേട്ട് മാലിനിയുടെ മുഖം നാണം കൊണ്ട് വിളറി. അവൾ വേഗം ആ ജാക്കറ്റ് എടുത്ത് ധരിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ കാണാൻ സുന്ദരിയല്ലെന്നുണ്ടോ? മാലിനി ചോദിച്ചു. നിങ്ങൾ സുന്ദരി തന്നെയാണ്. ഏതൊരാളും കണ്ടാൽ മോഹിക്കുന്ന അത്രയും സുന്ദരി. അതിന്റെ ചെറിയൊരു അഹങ്കാരവും തനിക്കുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. എന്തുപറ്റി ഇപ്പൊ അതിൽ സംശയം തോന്നാൻ? അനന്തൻ ചോദിച്ചു. ഏതൊരാൾക്കും എന്നിൽ മോഹം തോന്നും എന്നാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയില്ല? ഒരുപക്ഷെ ഞാൻ മിസ് പല്ലവി ഭാർഗവന്റെ അത്ര സുന്ദരി അല്ലായിരിക്കും അല്ലേ? മാലിനി ചോദിച്ചത് കേട്ട് അനന്തൻ വെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി. അതുകൊള്ളാലോ. പല്ലവി എങ്ങനെയാണ് ഈ വിഷയത്തിനിടയ്ക്ക് വന്നത്? നോക്ക് മാലിനി, അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കരുത്. നമ്മളിപ്പോ മരുന്നുശാലയിലേക്കല്ലേ പോകുന്നത്? ഇനിയും എത്ര നേരം ഞാൻ ഡ്രൈവറെ ഇവിടെ കാത്തിരിക്കണം? അനന്തൻ ശബ്ദം അല്പം കനപ്പിച്ചാണ് ചോദിച്ചത്. അത് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഡ്രൈവറെ വിളിച്ചു നോക്കാം. മാലിനി അനന്തന്റെ ദേഷ്യം കണ്ട് ഒന്ന് പതറി. അവൾ വേഗം ഫോൺ എടുത്ത് ഡ്രൈവറെ വിളിക്കാൻ ഒരുങ്ങി. അപ്പോഴേക്കും കാറിന്റെ വിൻഡോയിൽ ആരോ മുട്ടുന്നതറിഞ്ഞ് മാലിനി ഗ്ലാസ് താഴ്ത്തി. ജീവനാണ് വന്നിരിക്കുന്നത്. മിസ് മാലിനി ഒന്ന് പുറത്തേക്ക് വരൂ, ഒരു 2 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ജീവൻ അത് പറഞ്ഞുകൊണ്ട് കാറിലേക്ക് നോക്കുമ്പോഴാണ് അനന്തനും ഒപ്പം ഉണ്ടെന്ന് കാണുന്നത്. രാവിലെ സുരഭിക്കൊപ്പം വന്ന അതേ ആള് തന്നെയല്ലേ നീ? എന്താ രാവിലെ മുതലേ എന്നെ ഫോളോ ചെയ്യാണോ?
അനന്തൻ ഗൗരവത്തിൽ ചോദിച്ചു. വാട്ട്? നോ വേ. ഞാൻ നിന്നെ ഫോളോ ചെയ്തതൊന്നുമല്ല. പിന്നെ എനിക്ക് അതിനല്ല നേരം. ഞാൻ ഇവിടെ മറ്റൊരു കാര്യത്തിന് വന്നത്. ജീവൻ ഈർഷ്യയോടെ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ അറിയോ? മാലിനി അനന്തനോട് ചോദിച്ചു. അറിയോന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു. മുഖപരിചയം മാത്രം, അല്ലാതെ വേറെ പരിചയമൊന്നുമില്ല. അനന്തൻ ജീവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറയുന്നത് കണ്ട മാലിനിക്ക് എന്തോ പ്രശ്നം അവർക്കിടയിൽ ഉണ്ടെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. ജീവൻ ഒന്നുകൂടി ആവശ്യപ്പെട്ടപ്പോൾ മാലിനി കാറിന് പുറത്തേക്ക് ഇറങ്ങി. ജീവന്റെ ഒപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഹലോ മാലിനി മാം, ഞാൻ ജീവൻ. ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. ഈ ഗിഫ്റ്റ് ബോക്സ് ഞാൻ മാഡത്തിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇതിൽ ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച ചില ഔഷധങ്ങളാണ്. ഇത് സ്കിൻ കൂടുതൽ തിളങ്ങാനും സൗന്ദര്യം നിലനിർത്താനും ഒക്കെ സഹായിക്കും. ജീവൻ ആ ഗിഫ്റ്റ് ബോക്സ് അവൾക്ക് നേരെ നീട്ടി. ജീവന്റെ സംസാരം കേട്ടപ്പോൾ മാലിനിയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത മാറി പകരം അഭിമാനം നിറഞ്ഞു. ഞാൻ ഇവിടെ കാണുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? മാലിനി ചോദിച്ചു. ജീവൻ തീരെ പ്രതീക്ഷിച്ചില്ല ആ ചോദ്യം. തന്റെ പുകഴ്ത്തലിൽ അവൾ സ്വയം മറന്ന് പെരുമാറുമെന്നാണ് അവൻ കരുതിയത്. ഞാൻ ഊഹിച്ചതാണ്. പുറത്തേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ പാർക്കിംഗ് ഏരിയയിൽ കാണുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ഭാഗ്യത്തിന് മാഡം പോയിട്ടില്ലായിരുന്നു. ജീവൻ പറഞ്ഞു. ശരി, നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ. ബിസിനസ് സംസാരിക്കാനാണ് വന്നതെങ്കിൽ സോറി, ഇപ്പോ മറ്റൊരു എമർജൻസി ഉണ്ട് എനിക്ക്. നമുക്ക് പിന്നീട് സംസാരിക്കാം. മാലിനി പറയുന്നത് കേട്ട് ജീവന്റെ മുഖം മങ്ങി. മറ്റൊരു കാര്യം കൂടി അറിയാനുണ്ട്. പുതിയ ഷെയർ ഹോൾഡർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആരാ അത്? നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്നാണ് മരുന്ന് ചെടികൾ എടുക്കുന്നത്. അദ്ദേഹം വന്ന സ്ഥിതിക്ക് പഴയ കോൺട്രാക്ട്സ് ഒക്കെ മാറുമോ എന്നറിയാൻ വേണ്ടിയാണ്. ജീവൻ ചോദിച്ചു. പഴയ കോൺട്രാക്ട്സ് ഒക്കെ അതുപോലെ തന്നെ തുടരും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പച്ചമരുന്നുകൾ എടുക്കാം. അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, മാലിനി പറഞ്ഞു. ജീവൻ വേഗം തന്റെ ഫ്രണ്ടിന്റെ കയ്യിലിരുന്ന ഫയൽ വാങ്ങിച്ച് അതിലെ ചില പേപ്പേഴ്സ് എടുത്ത് മാലിനിയുടെ കയ്യിലേക്ക് കൊടുത്തു. കോൺട്രാക്ട് പുതുക്കുന്നതിനുള്ള പേപ്പേഴ്സ് ആണ്. ഇതൊന്ന് സൈൻ ചെയ്തു തന്നാൽ ഞാൻ നാളെ വീണ്ടും വരുന്നത് ഒഴിവാക്കാമായിരുന്നു, ജീവൻ പറഞ്ഞു. മാലിനി ആ പേപ്പർ വാങ്ങി ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. പണ്ടൊന്നും അവൾ ഇത്രയും ശ്രദ്ധയും സമയവും ഈ വക കാര്യങ്ങൾക്ക് കൊടുക്കാറില്ലായിരുന്നു. സ്റ്റാഫ് പെൺകുട്ടിയോട് വായിച്ച് വെരിഫൈ ചെയ്ത ശേഷം തന്റെ ടേബിളിൽ എത്തിക്കാൻ പറയാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ അവളെ മൃതസഞ്ജീവനിയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ എത്തിയതാണ് കാര്യങ്ങൾ. അനന്തന്റെ ദയ കൊണ്ട് മാത്രമാണ് അവൾ ആ പദവിയിൽ തുടരുന്നത്. അനന്തൻ പറഞ്ഞതുപോലെ തന്റെ മുഴുവൻ ശ്രദ്ധയും ബിസിനസിന് നൽകണമെന്ന് അവൾ തീരുമാനിച്ചു. മാലിനി വായിക്കുന്നത് കണ്ട് ജീവൻ അവളെ ശല്യം ചെയ്യാതെ മാറി നിന്നു. അപ്പോഴാണ് അനന്തൻ കാറിൽ ഇരിക്കുന്ന കാര്യം അവന് വീണ്ടും ഓർമ്മയിലേക്ക് വന്നത്. നേരത്തെ മാലിനിയോട് സംസാരിക്കുന്ന ധൃതിയിൽ ജീവൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഹേയ് മാലിനി, ഞാൻ ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഈ ചെക്കൻ എന്താ തന്റെ കാറില്? ഇവൻ തന്നോട് മോശമായി വല്ലതും പെരുമാറാൻ ശ്രമിച്ചോ? ജീവൻ ആവേശത്തോടെ ചോദിച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാലിനി ചോദിച്ചു. പ്രശ്നമുണ്ടോന്നോ? ഇവനെ ഒന്നും നമ്മളെ പോലുള്ളവർ അടുപ്പിക്കാൻ പാടില്ല. തനിക്കറിയോ, ഇവൻ നല്ല ഒന്നാന്തരം റൗഡിയാ. കോളേജിൽ സ്ഥിരം അടിപിടിയും പ്രശ്നങ്ങളാ. തറവാട്ടിൽ നിന്നൊക്കെ പണ്ടേ ഇറക്കി ഇവനെ വിട്ടു. ഇപ്പോ അച്ഛന് ചെറിയൊരു ഡിസ്പെൻസറി ഉണ്ട്. അതിന്റെ വരുമാനത്തിലാണ് കഞ്ഞി കുടിച്ച് പോകുന്നത്. ഇറങ്ങണ കാറിന്ന്. എനിക്ക് ഉറപ്പാണ് നീ നിന്റെ തറവാടിന്റെ പേരിലും നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ പേരിലും അല്ലേ ഇവിടെ കയറി പറ്റിയത്. എന്താ നിന്റെ ഉദ്ദേശം? അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇറങ്ങട ഇങ്ങോട്ട്, ജീവൻ പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? അനന്തൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് യാതൊരു കൂസലുമില്ലാതെ ചോദിച്ചു. സത്യത്തിൽ ജീവന് അനന്തനെ കൈവയ്ക്കാൻ മാത്രം ധൈര്യമില്ല. മഹി പറഞ്ഞതനുസരിച്ച് അനന്തൻ കളരിപ്പയറ്റിൽ അഗ്രഗണ്യനാണെന്ന് അവൻ അറിയാം. പോരാത്തതിന് അനന്തനോട് എതിരിട്ട മഹിയുടെ അവസ്ഥ ജീവൻ കണ്ടതുമാണ്. അതിനാൽ അനന്തനെ കൈവയ്ക്കാൻ മാത്രം അവിവേകം ജീവൻ കാണിക്കില്ല. പക്ഷേ മാലിനിയുടെ മുന്നിൽ ആളാവാൻ കിട്ടിയ അവസരം നന്നായി മുതലാക്കണമല്ലോ. അതിനുവേണ്ടി നന്നായി തന്നെ അനന്തന്റെ മെക്കിട്ട് കയറുന്നുണ്ട് ജീവൻ. താനിത് എന്തൊക്കെ ഈ പുലമ്പുന്നേ? അനന്തൻ സാർ എന്നോട് എപ്പോഴാണ് മോശമായിട്ട് പെരുമാറി? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ മൃതസഞ്ജീവനിയിലെ ചെടികൾ വാങ്ങാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ ഗസ്റ്റിനെ അപമാനിക്കരുത്, മാലിനി പറഞ്ഞു. ഗസ്റ്റോ? ഇവനോ? മാലിനി മാം, ഞാൻ ആവർത്തിച്ചു പറയുന്നു,
ഇവന് വർമ്മ ഫാമിലിയുമായി യാതൊരു ബന്ധവുമില്ല. ആ ബന്ധത്തിന്റെ കെയർ ഓഫിൽ ഇവൻ പല ഡീലിനും വന്നെന്നിരിക്കും. ഇവന്റെ പൊട്ട ക്ലിനിക്കിലേക്ക് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ നടക്കുകയല്ല ഇവൻ. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ പേരിൽ വന്ന് പച്ചമരുന്നുകൾ വാങ്ങിക്കൊണ്ട് സ്ഥലം വിടാനുള്ള തന്ത്രമാണ് ഇതൊക്കെ. ബില്ലൊക്കെ ഹോസ്പിറ്റലിന്റെ പേരിലാവുമല്ലോ നിങ്ങൾ ഇടുക. ഓൾറെഡി നമുക്ക് ഇവിടവുമായി ഡീലൊക്കെ ഉള്ളതല്ലേ. ഇതൊക്കെ വലിയ തട്ടിപ്പല്ലേ ഇവൻ കാണിക്കുന്നത്? ജീവൻ ചോദിച്ചു. മതി, നിർത്ത്. അനന്തൻ ഞങ്ങളുടെ ഗസ്റ്റ് മാത്രമല്ല, എന്റെ നല്ല സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാനായി താൻ ഇനിയും ഇവിടെ നിൽക്കണമെന്നില്ല. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലും നമ്മളുമായിട്ടുള്ള സകല കരാറുകളും ദാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുമായി ഒരു ഡീലും തുടരാൻ എനിക്ക് താല്പര്യമില്ല, മാലിനി പറഞ്ഞു. മാലിനിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ ജീവൻ പകച്ചുപോയി. എന്താ മാം ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അതും ഇവന് വേണ്ടി? ഡീൽ ക്യാൻസൽ ചെയ്യാൻ മാത്രം എന്താണ് ഉണ്ടായത്? ഞാൻ നിങ്ങൾ വലിയൊരു തട്ടിപ്പിനിരയാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട്. അതിന് നിങ്ങൾ എന്തിനാണ് ഞാനുമായി മുഷിയുന്നത്? ജീവൻ ചോദിച്ചു. അത്ര നേരം കാറിൽ തന്നെ ഇരുന്ന അനന്തൻ പുറത്തേക്ക് ഇറങ്ങി. മാലിനിയുടെ കയ്യിൽ നിന്നും അവൾ അപ്പോൾ സൈൻ ചെയ്ത പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് കീറി ജീവന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ജീവൻ ആകെ നടുങ്ങിപ്പോയി. അനന്തൻ ആരാണ്? അവനെപ്പോലെ ഒരുവൻ എങ്ങനെയാ തന്നോട് ഇത്രയും അഹങ്കാരത്തോടെ പ്രവർത്തിക്കാൻ ധൈര്യം വന്നത്? സുരഭിയുടെ മുത്തശ്ശി രാവിലെ അവനോടൊപ്പം ഇരുന്ന തന്നെ എഴുന്നേപ്പിച്ച് വിട്ടത് പോലും കൊടിയ അപമാനമായിട്ടാ തനിക്ക് തോന്നിയത്. അപ്പോഴാണ് ഇന്ന് മാലിനിയുടെ മുന്നിൽ വെച്ച് തന്റെ കോൺട്രാക്ട് കീറി എറിയുക കൂടി ചെയ്തത്. ജീവന് ഇതൊന്നും സഹിക്കാനായില്ല. മിസ് മാലിനി, നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് കീറി എറിയാൻ മാത്രം അധികാരം ഇവൻ എങ്ങനെയാണ് ലഭിച്ചത്? ഇവനാണോ ഈ സകല ബിസിനസിന്റെയും ഓണർ? അത്രയ്ക്കുണ്ടല്ലോ അഹങ്കാരം. ജീവൻ അത് ചോദിച്ചപ്പോൾ മാലിനിക്ക് മറുപടി ഉണ്ടായില്ല. അയാൾ പറഞ്ഞ കാൽ കാശിന് ഗതിയില്ലാത്ത അനന്തനാണ് അവിടുത്തെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയാനൊരുങ്ങി അവൾ അനുവാദത്തിനെന്നോണം അനന്തനെ നോക്കി. ജീവൻ എല്ലാ സത്യങ്ങളും അറിയുമോ? അധ്യായം 51. അനന്തൻ. നായർ ഗ്രൂപ്പ്സിന്റെ ഫാമിലി ബിസിനസ് ഷെയർ ഹോൾഡർ ആയ വിവരം അറിയാതെ ജീവൻ അനന്തനെ തട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു. അനന്തനെ അപമാനിച്ചത് ഇഷ്ടപ്പെടാതെ മാലിനി ജീവനുമായുള്ള ബിസിനസ് ഡീൽ ക്യാൻസൽ ചെയ്യുകയും അനന്തൻ അതിന്റെ പേപ്പർ വലിച്ചു കീറി ജീവന്റെ മുഖത്തേക്ക് എറിയുകയും ചെയ്തു. ജീവന് ദേഷ്യം വന്നെങ്കിലും അവൻ നിസ്സഹായനായിരുന്നു. ദേഷ്യമോ അപമാനമോ അങ്ങനെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തൊക്കെയോ അവനിൽ നിറഞ്ഞു കവിഞ്ഞു. രാവിലെ മുതൽ സമയത്ത് ആഹാരം പോലും കഴിക്കാതെ മാലിനിയുടെ സൈൻ വാങ്ങാൻ വേണ്ടി കാത്തു നിന്നതാണ് ജീവൻ. മാലിനി ഒപ്പുവെച്ചതുമാണ്. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് അനന്തൻ ഇല്ലാതെയാക്കി. ഇനി നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് താൻ തിരികെ ചെല്ലുക? ഏൽപ്പിച്ച ജോലിയിൽ വീഴ്ച വരുത്തി ആ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്ത് തിരികെ ചെല്ലുന്ന തന്നോട് അനന്തന്റെ മുത്തശ്ശനും രാജീവ് സാറുമൊക്കെ എങ്ങനെയാവും പ്രതികരിക്കുക എന്ന് നല്ല ബോധ്യമുണ്ട് ജീവന്. അതിനാൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നു അവൻ. മാലിനിയോട് ഡീൽ ക്യാൻസൽ ചെയ്യരുത് എന്ന് യാചിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ജീവന്. പക്ഷേ ഇത്രയും അഹങ്കാരം സഹിച്ച ശേഷം ജീവനോട് ക്ഷമിക്കാൻ മാലിനിയും അനന്തനും തയ്യാറായില്ല. അവർ വേഗം തന്നെ ജീവനെ മറികടന്ന് കാറിലേക്ക് കയറി. മരുന്നുശാലയിൽ എത്തിയപ്പോഴേക്കും നേരമിരുട്ടി. അനന്തൻ കൗതുകത്തോടെ അവിടം ആകെ നോക്കിക്കണ്ടു. അവിടുത്തെ കാറ്റിൽ ആകെ നല്ല ഉന്മേഷം നിറയ്ക്കുന്ന ഗന്ധമാണ്. അകത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ മരുന്നുകളുടെ ഗന്ധം ആ മരുന്നുശാലയ്ക്കകത്ത് മാത്രമല്ല, ആ പരിസരത്തൊക്കെയും പരന്നിരുന്നു. മാലിനിയുടെ കാറിന്റെ ശബ്ദം കേട്ടതും അകത്തു നിന്ന് ഒരു സ്റ്റാഫ് വേഗം പുറത്തേക്ക് വന്നു. എന്താ മേഡം ഈ രാത്രി തിരക്കിട്ട് വന്നത്? ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യ ജോലിയുണ്ടോ? സ്റ്റാഫ് ചോദിച്ചു. ഏയ്, പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് വർക്കൊന്നുമില്ല, വെറുതെ വന്നതാ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ. നിങ്ങൾ ജോലി തുടർന്നോളൂ, ഒന്നിനും ഒരു മുടക്കവും വരണ്ട, മാലിനി പറഞ്ഞു. അനന്തൻ അവൾക്കൊപ്പം അകത്തേക്ക് കയറി. അവർ നടക്കുന്നതിന്റെ ഇരുവശങ്ങളിലുമായി ഷെൽഫിൽ ഒരുപാട് ഔഷധ കുപ്പികളും ലേഹ്യങ്ങളും എണ്ണക്കുപ്പികളും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. മാലിനി നേരെ ചെന്ന് അവിടെ ജോലിയിൽ നിന്ന് ഒരു പ്രായം ചെന്ന മനുഷ്യനെ വിളിച്ചു. അകത്തെ ഷെൽഫിലുള്ള ആ സ്പെഷ്യൽ മരുന്ന് ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. കഴിഞ്ഞ ദിവസത്തെ. ആ, അത് തന്നെ. മാലിനി അയാൾക്ക് നിർദ്ദേശം നൽകി. അയാൾ
ആ മരുന്ന് കുപ്പിയെടുത്ത് ശ്രദ്ധയോടെ മേശപ്പുറത്തേക്ക് വെച്ചു. അയാളുടെ സൂക്ഷ്മത കണ്ടാൽ അറിയാം വളരെ വില പിടിച്ച മരുന്നാണ് അതെന്ന്. എങ്ങാനും തന്റെ അശ്രദ്ധ കൊണ്ട് ആ കുപ്പി ഉടഞ്ഞു പോയാൽ അതിന്റെ കാശ് തന്റെ ശമ്പളത്തിൽ നിന്നും പിടിക്കുമെന്ന നല്ല പേടിയുണ്ട് അയാൾക്ക്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് അയാൾ ആ മരുന്ന് കൈകാര്യം ചെയ്യുന്നത്. ഒരു തുണിയെടുത്ത് ആ കുപ്പി ആകെ തുടച്ചു. ശേഷം അടപ്പ് തുറന്ന് അല്പം മരുന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അനന്തന് മുന്നിലേക്ക് വെച്ചു. അനന്തൻ ആ മരുന്ന് കയ്യിലേക്കെടുത്ത് മണപ്പിച്ചു നോക്കി. അതിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞതും അനന്തൻ ഒന്ന് ഞെട്ടി. ഈ മരുന്ന് വളരെ സ്പെഷ്യലാണ്. ഇതിന്റെ പ്രത്യേകത അറിയോ? ഒരു മനുഷ്യന്റെ ഒടിഞ്ഞു നുറുങ്ങിയ എല്ലുകൾ പോലും ഈ മരുന്ന് കൊണ്ട് പൂർവ്വസ്ഥിതിയിലാവും. അതുപോലെ തന്നെ ശരീരത്തിലെ മുഴുവൻ രക്തവും ശുദ്ധിയാക്കി ആളിനെ സർവ്വ രോഗങ്ങളിൽ നിന്നും മുക്തനാക്കാൻ ഇതിന് കഴിയും. ഈ കുപ്പിയിലെ മിശ്രിതം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗുളികയുടെ വില തന്നെ ലക്ഷങ്ങൾ വരും. ജീവിതത്തിൽ ഒരിക്കൽ ഇത് സേവിച്ചാൽ മതി. പിന്നീട് മറ്റൊരു രോഗത്തിനും മരുന്ന് കഴിക്കേണ്ടി വരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് തീവ്രതയുണ്ട് ഇതിന്, മാലിനി പറഞ്ഞു. അവൾ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടിരുന്ന അനന്തന്റെ മുഖത്ത് സംശയഭാവമാണ് കണ്ടത്. കാരണം അനന്തൻ ആദ്യമേ മനസ്സിലായി മാലിനി ഈ വാചാലയാകുന്നത് പോലെ വലിയ സംഭവം ഒന്നും ആ മരുന്നിലില്ല എന്ന്. പ്രകൃതിദത്തമായ ഒരു ഔഷധ ചേരുവകളുടെയും ഗന്ധം അനന്തന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ പല മരുന്നിലും ഉപയോഗിച്ച് ബാക്കി വരുന്ന പച്ചിലകളുടെ ചണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ മരുന്ന് കഴിക്കുന്ന ആൾക്ക് ആകെ ഉണ്ടാകുന്ന ഗുണം ശരീരത്തിൽ അല്പം രക്തമൂറും എന്നതാണ്. അതും ആ മരുന്നിൽ ചേർത്തിരിക്കുന്ന സർപ്പത്തിന്റെ രക്തം മൂലം. മാലിനി തന്നെ വിളിച്ചു വരുത്തി പരിഹസിക്കുകയാണോ എന്നാണ് അനന്തൻ ചിന്തിച്ചത്. ഈ മരുന്ന് നിങ്ങൾ സ്വയം ഇവിടെ ഉണ്ടാക്കിയതാണോ? വിരോധം ഇല്ലെങ്കിൽ ഇതിന്റെ ആ വിശിഷ്ടമായ രഹസ്യക്കൂട്ട് എന്നോടും കൂടി ഒന്ന് പറയാമോ? മാലിനിയെ പരിഹസിച്ചുകൊണ്ടാണ് അനന്തൻ അത് പറഞ്ഞത്. കള്ളി വെളിച്ചത്താവുന്നതിന് മുൻപ് അവളെ ഒന്ന് വട്ടം കറക്കണം എന്നായിരുന്നു അനന്തന്റെ മനസ്സിൽ. പക്ഷേ അനന്തന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മാലിനിയുടെ മുഖത്ത് കള്ളലക്ഷണത്തിന് പകരം നിഷ്കളങ്കതയായിരുന്നു കണ്ടത്. ഈ മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ, സിദ്ധവൈദ്യമൊക്കെ അറിയുന്ന ഒരാൾ ഉണ്ടാക്കി ഞങ്ങളെ ഏൽപ്പിച്ചതാ. മാലിനി പറയുന്നത് കേട്ട് അനന്തന്റെ നെറ്റി ചുളിഞ്ഞു. തനിക്ക് ഉറപ്പുണ്ടോ ഈ മരുന്നിന് അയാൾ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന്? അനന്തൻ മാലിനിയോട് ചോദിച്ചു. പക്ഷേ അതിന് മറുപടി പറഞ്ഞത് ആ മരുന്ന് കുപ്പി അവർക്ക് തുറന്നു കൊടുത്ത ജോലിക്കാരനാണ്. സാറ് എന്താ കരുതിയത്? ഞങ്ങളെന്താ ഇവിടെ ആൾക്കാരെ പറ്റിക്കുന്ന വ്യാജ മരുന്നുകൾ വിൽക്കാനിരിക്കുകയാണെന്നോ? എത്ര വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഇതെന്ന് നിങ്ങൾക്കറിയോ? സാറിന് ഞങ്ങളുടെ മരുന്നുകളോട് വിശ്വാസമില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകൂ. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവയെ താഴ്ത്തി പറഞ്ഞാൽ അത് ഞങ്ങളിൽ ആർക്കും തന്നെ സഹിച്ചെന്ന് വരില്ല. അയാൾ വളരെയധികം അമർഷത്തോടെ പറഞ്ഞു. അനന്തൻ മാലിനിയുടെ അതിഥിയാണെന്നും താൻ വെറും ഒരു ജോലിക്കാരനാണെന്നും അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് പോലും അയാൾ അനന്തനോട് കയർത്ത് സംസാരിച്ചത് ആ സ്ഥാപനത്തോടും അവിടെ ഉണ്ടാക്കുന്ന മരുന്നുകളോടും അയാൾക്കുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായിട്ടാണ്. അനന്തൻ അയാളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനോ പ്രതികരിക്കാനോ മുതിർന്നില്ല. പകരം നിരാശയോടെ മാലിനിയോട് ഇങ്ങനെ പറഞ്ഞു. ഈ മരുന്നൊക്കെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ ഞാനൊരു മരുന്നുണ്ടാക്കിയ അത് എത്ര രൂപ തന്നായിരിക്കും നിങ്ങൾ വാങ്ങിക്കുക? അതിശയോക്തി കലർന്ന സ്വരത്തിലാണ് അനന്തൻ അത് പറഞ്ഞത്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാണ് അനന്തനും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചത്. കാരണം ഇങ്ങനെയുള്ള പൊള്ളയായ മരുന്നുകൾ പോലും വലിയ തുകയ്ക്ക് വിറ്റുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ അനന്തൻ തീർച്ചയായും സ്വന്തം അറിവുകൾ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിലുള്ള തന്റെ ജ്ഞാനം ഇനിയും ഒളിച്ചു മൂടി വെക്കാനുള്ളതല്ല എന്ന് അനന്തൻ തിരിച്ചറിഞ്ഞു. മുൻപ് അനന്തൻ ഇക്കാര്യത്തെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. അതിന് കാരണം അന്ന് അവന്റെ പക്കൽ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മരുന്ന് തയ്യാറാക്കാൻ വേണ്ട പച്ചിലകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. അറിവും സാധനങ്ങളും ഒരുപോലെ കൈമുതലായുണ്ട്. അതിനാൽ വേഗം തന്നെ സ്വയം മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങണമെന്ന് അനന്തൻ മനസ്സിൽ ഉറപ്പിച്ചു. ഈ മരുന്ന് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഓട്ടുരുളികളുണ്ട്, അതിവിടെ ഉണ്ടോ? അനന്തൻ ചോദിച്ചത് കേട്ട് മാലിനി അത്ഭുതത്തോടെ നോക്കി. ഏയ്, മരുന്നുണ്ടാക്കുന്ന ഓട്ടുരുളികൾ ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ടമായ ചില പിച്ചളക്കൂട്ടിൽ തീർത്തവയല്ലേ? അവയൊക്കെ വളരെ അപൂർവമായിട്ടല്ലേ ലഭിക്കാറുള്ളൂ. മഹാഗുരു ജാദാവേദൻ അദ്ദേഹത്തിന്റെ പക്കൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരം ഓട്ടുരുളികൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ
ഇപ്പൊ നാട്ടിലെല്ലാവരും മരുന്ന് തയ്യാറാക്കാനൊക്കെ മെഷീൻസ് അല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കിട്ടാൻ വഴിയില്ല. ആ പിന്നെ ഒരു സ്ഥലമുണ്ട്, ആലത്തൂർ ദേശം. അവിടെ നിങ്ങൾ ഈ പറയുന്ന തരം ഉരുളിയും ഭരണികളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാലിനി പറഞ്ഞു. ആലത്തൂർ ദേശം. അനന്തൻ പലതവണ ആ പേരുച്ചരിച്ചു. ആ നാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുട്ടിക്കാലത്തെ മുത്തശ്ശി കഥകൾക്കിടയിലാണ്. എന്തോ അവ്യക്തമായൊരു ഓർമ്മ, ഒപ്പം വല്ലാത്തൊരു നിഗൂഢതയും. ആ നാട് സത്യത്തിലുള്ളതാണോ? അനന്തൻ ചോദിച്ചു. അതെ, ഇവിടുന്ന് അധികം ദൂരമില്ല. പക്ഷെ അധികം ആൾപ്പാർപ്പുള്ള സ്ഥലമൊന്നുമല്ല. അവിടേക്ക് വെറുതെ അങ്ങനെ ആരും പോവാറുമില്ല. ഇനി അഥവാ പോവാണെങ്കിൽ തന്നെ 2 തവണ മാത്രമേ അവിടെ കവാടം തുറക്കുള്ളൂ. അതും അർദ്ധരാത്രിയിൽ മാത്രം. അതെല്ലാം അറിഞ്ഞ് തയ്യാറായി വേണം പോവാൻ. മാലിനി പറഞ്ഞു തീർന്നതും ഞാൻ തയ്യാറായി കഴിഞ്ഞു. അതും പറഞ്ഞ് അനന്തൻ നടന്നു. ആദ്യം ഒന്ന് സ്തംഭിച്ചു നിന്നുവെങ്കിലും ഞെട്ടൽ മാറിയതും മാലിനി ഓടിച്ചെന്ന് അനന്തന്റെ ഒപ്പം കാറിലേക്ക് കയറി. അവൾ തന്നെ ഡ്രൈവറിന് വഴിയും പറഞ്ഞു കൊടുത്തു. ആലത്തൂർ ദേശത്തെത്തുമ്പോൾ അവിടെ കവാടത്തിന്റെ പുറത്ത് കുറച്ച് മനുഷ്യർ നിൽക്കുന്നത് അനന്തൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഒരു ഭീകരതയും ക്രൂരഭാവവുമുണ്ട്. കണ്ടാൽ തന്നെ തോന്നും ക്രിമിനൽസ് ആണെന്ന്. അവരുടെ എല്ലാം കയ്യിൽ ചെറിയ ചെറിയ പെട്ടികളും പൊതികളുമുണ്ട്. ഇവരെല്ലാം എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ എത്തിയവരായിരിക്കും ഉറപ്പാണ്. അതുപോലെ കവാടം കൃത്യം 12 മണിക്ക് തന്നെ തുറക്കും. അപ്പോഴേ നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയും. അതുപോലെ വെളുപ്പിന് 6 മണിക്ക് തന്നെ കവാടം വീണ്ടും അടയ്ക്കുകയും ചെയ്യും. അപ്പോഴേക്കും വേണ്ട സാധനങ്ങളെല്ലാം കണ്ടെത്തി വാങ്ങിച്ച് തിരിച്ചിറങ്ങുകയും വേണം. മാലിനി പറഞ്ഞു. ഇതെന്താ, വല്ല കള്ളച്ചന്തയാണോ? ഒരുപാട് ആൾക്കാർ വന്ന് കാത്തു നിൽപ്പുണ്ടല്ലോ. അനന്തൻ ചോദിച്ചു. ഇത് വളരെയധികം അപകടം നിറഞ്ഞ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1 or 2 തവണ മാത്രമേ ഇവിടേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ എത്തുന്നവരിൽ പലരും കൈക്കരുത്തുകൊണ്ട് കാര്യം നേടാനാവും ശ്രമിക്കുക. പുറത്തെ നിയമവ്യവസ്ഥയൊന്നും ഇതിനകത്ത് ബാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വേണം ചെയ്യാൻ, മാലിനി പറഞ്ഞു. അനന്തൻ മാലിനി പറഞ്ഞതൊക്കെ കേട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി. തന്റെ സ്വന്തം നാട്ടിൽ തനിക്കറിയാത്ത പലതും ഇനിയും ബാക്കിയുണ്ട് എന്ന് അനന്തൻ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായി എന്നറിയിച്ചുകൊണ്ട് അകത്തു നിന്നും ഒരു വലിയ മണി മുഴങ്ങിയതും എല്ലാവരും അകത്തേക്ക് കയറാൻ തയ്യാറെടുത്തു. ചിലർ നിലത്ത് വെച്ചിരുന്ന അവരവരുടെ സാധനങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചു. മറ്റു ചിലർ മുണ്ടിന്റെ മടക്കിക്കുത്ത് ഒന്നുകൂടി ശരിയാക്കുന്നു. 2-3 പേർ വലിച്ചുകൊണ്ട് നിന്ന സിഗരറ്റ് വലിച്ചെറിയുന്നു. അപ്പോഴേക്കും ആ കവാടം വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. അകത്തേക്ക് കയറിയ അനന്തൻ അവിടെയുള്ള ഓരോ കടകളെയും കടക്കാരെയും ചൂഴ്ന്നു നോക്കിയാണ് നടക്കുന്നത്. അവിടം ഒറ്റ നോട്ടത്തിൽ ഒരു ഗ്രാമത്തിലെ സാധാരണ ചന്ത പോലെ തോന്നുമെങ്കിലും അങ്ങനെയല്ല എന്ന് ഓരോ നിമിഷവും അനന്തന്റെ മനസ്സ് വിളിച്ചു പറഞ്ഞു. അനന്തൻ തനിക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് പോലും മറന്നുകൊണ്ട് അവിടെയും ഇവിടെയും നോക്കി നിൽക്കുന്നത് കണ്ട മാലിനി അവന്റെ അരികിലേക്ക് ചെന്നു. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഇവിടേക്ക് വന്നത് ആ കാര്യം എത്രയും വേഗം നടത്തി തിരിച്ചിറങ്ങണം. അതാണ് ഉചിതം, മാലിനി പറഞ്ഞു. പെട്ടെന്നാണ് 3 പേർ ചേർന്ന് വലിയൊരു കോലാഹലം സൃഷ്ടിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധയോടും പെൺകുട്ടിയോടും അവർ കയർത്ത് സംസാരിക്കുകയാണ്. ഊതിയാൽ പറക്കുന്ന അത്ര ആരോഗ്യമേ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കണ്ടാൽ ഒരു 16-17 വയസ്സ് പറയും. അവൾ അവളുടെ മുത്തശ്ശിക്ക് വേണ്ടി അവന്മാരോട് വഴക്കിടുന്നുണ്ട്. ഏയ്, എന്റെ മുത്തശ്ശി ഒന്നും ചെയ്യരുത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് സാധനം താടോ, ആ പെൺകുട്ടി 3 പുരുഷന്മാരോടുമായി വിളിച്ചു പറഞ്ഞു. അവൾ പറഞ്ഞു തീർന്നതും അവരിൽ ഒരാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടി. അയാളുടെ കയ്യിൽ ഒരു ഡയമണ്ട് നെക്ലേസും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ മറ്റൊരുവൻ വന്ന് വീണ് കിടക്കുന്ന അവളെ ഒരു തവണ കൂടി ചവിട്ടി. പൊന്ന മോളെ, ഇത്രയൊക്കെ ആയിട്ടും നിന്റെ വായിന്ന് വീണ്ടും കള്ളം തന്നെയാണല്ലോ വരുന്നേ. എന്തിനാടി ഞങ്ങളെ ഇങ്ങനെ പൊട്ടം കളിപ്പിച്ച് വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നേ? നിനക്ക് ചാവാൻ തന്നെയാണോ ഉദ്ദേശം? ആണെങ്കിലേ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ അവളുടെ തലയിൽ എന്തോ ഒരു വസ്തു കൊണ്ട് ആഴത്തിൽ പ്രഹരിച്ചത് കണ്ട് അനന്തൻ നടുങ്ങി. ആ പെൺകുട്ടി ഒന്ന് പിടഞ്ഞതും വായിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകി. ആരായിരിക്കും ആ പെൺകുട്ടി? എന്തിനായിരിക്കും അവർ അവളെ ഉപദ്രവിച്ചിരിക്കുക? അധ്യായം 52. മാലിനിക്കൊപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ആലത്തൂർ ദേശത്ത് വന്ന അനന്തൻ അവിടെ
ഒരു വലിയ പ്രശ്നം നടക്കുന്നത് ശ്രദ്ധിച്ചു. ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ 3 ദുഷ്ടന്മാർ ചേർന്ന് പ്രഹരിക്കുന്നതാണ് അവൻ കണ്ടത്. അടിയും ചവിട്ടുമേറ്റ് നിലത്ത് വീണ അവളുടെ വായിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. അനന്തൻ ചുറ്റുമുള്ളവരെ നോക്കി. ചിലർ പ്രശ്നമാണെന്ന് കണ്ട് അവിടെ നിന്നും മെല്ലെ വലിയാൻ തുടങ്ങി. മറ്റു ചിലർ ഇന്നത്തെ വിഷയം എന്ന രീതിയിൽ ചുറ്റും നിന്ന് നോക്കി രസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ചലനത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും അനന്തന് മനസ്സിലായി ഇതിവിടെ സ്ഥിരം പരിപാടിയാണെന്ന്. അതിനാൽ തന്നെ അനന്തനും അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് മുന്നോട്ട് നടന്നു. പക്ഷേ അപ്പോഴാണ് അനന്തൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പെൺകുട്ടിയുടെ കഴുത്തിന് ചുറ്റും ചുവന്ന കുഞ്ഞു പൊട്ടുകൾ പോലെ. അവ ആ ഇരുട്ടിലും അനന്തന് നന്നായി തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇത് അവൾ തന്നെയല്ലേ? കോളേജിൽ എന്റെ തൊട്ടടുത്തിരിക്കുന്ന, എന്തെങ്കിലും ചോദിച്ച മുടി മുഖത്തേക്ക് മറച്ചിട്ട് പതുങ്ങുന്ന, തനിക്ക് പരീക്ഷയ്ക്ക് പേന തന്ന അതേ പെൺകുട്ടി. അനന്തൻ ചിന്തിച്ചു. എന്തായിരുന്നു അവളുടെ പേര്? കൃഷ്ണപ്രിയ. അത് തന്നെ. അവർ തമ്മിൽ ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും അനന്തന് അവളുടെ പേരറിയാം. അന്ന് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കാനായി അവളുടെ ബുക്ക് വാങ്ങിച്ചപ്പോൾ അതിൽ അനന്തൻ കണ്ടിരുന്നു ആ പേര്. പക്ഷേ ഇവിടെ അവൾ എന്താണ് ചെയ്യുന്നത്? ഈ മനുഷ്യരെന്തിനാണ് അവളെ തല്ലി ചതയ്ക്കുന്നത്? അയാളുടെ കയ്യിലിരിക്കുന്ന ഡയമണ്ട് മാല അവളുടേതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അനന്തൻ ഒന്നും പിടികിട്ടാതെ അവിടെ നിന്നു. മാലിനി നോക്കുമ്പോൾ അനന്തൻ പ്രശ്നം കണ്ട് ഞെട്ടി നിൽക്കുന്നതായാണ് തോന്നിയത്. അവൾ അവനെ പിടിച്ചു. നമ്മൾ വന്ന കാര്യം മറക്കരുത്. ഇവിടെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കും. അത് മുഴുവൻ കണ്ടു തീർക്കാൻ നിന്നാ 6 മണിക്ക് മുൻപ് പുറത്തിറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇവിടത്തെ പ്രശ്നങ്ങൾ അതിന്റെ വഴിക്ക് വിട്ടിട്ട് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്ക്. ഇവിടത്തൊക്കെ പതിവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? മാലിനി അനന്തനോട് പറഞ്ഞു. അത്രയും പറഞ്ഞുകൊണ്ട് മാലിനി മുന്നോട്ട് നടന്നതും അനന്തൻ ഓടിച്ചെന്ന് കൃഷ്ണപ്രിയയെ ഉപദ്രവിക്കുന്നവരിൽ ഒരുത്തനെ ആഞ്ഞു ചവിട്ടി. അനന്തൻ തന്റെ ഒപ്പം നടക്കുന്നുണ്ട് എന്ന് കരുതിയ മാലിനിയും മറ്റാളുകളും ഞെട്ടി അനന്തനെ നോക്കി. ആരെ ഈ പയ്യൻ? മണ്ണാർക്കാട്ടെ മൂവർ സംഘത്തിന് കൈവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവൻ. ഇവനെന്താ ജീവിതം എടുത്തിട്ടാണോ? കണ്ടു നിന്നവർ പരസ്പരം ചോദിച്ചു. ഇവനെ കണ്ടിട്ട് വലിയ കുടുംബത്തിലെ ചെറുക്കനാണെന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ളവർ പോലും മണ്ണാർക്കാട്ടുകാരോട് കളിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഇവൻ അവരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഇവന്റെ അറിവില്ലായ്മ തന്നെയാവും. ഈ ചെറുക്കൻ ഇന്ന് ആദ്യമായിട്ടാവും ഇവിടെ വരുന്നത്. മണ്ണാർക്കാട് സഹോദരന്മാരെ പറ്റി ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു പ്രശ്നം കണ്ടപ്പോ ആവേശം കൊണ്ട് കയറി ഇടപെട്ടതാ. പക്ഷെ അവൻ അറിയില്ലല്ലോ സ്വയം ഒരു വലിയ പ്രശ്നത്തിലേക്കാണ് എടുത്ത് ചാടിയിരിക്കുന്നതെന്ന്. തൊട്ടടുത്ത് നിന്ന ആൾ പറഞ്ഞു. മാലിനിയും ആകെ സ്തബ്ധയായി നിൽക്കുകയാണ്. അവൾക്കും അറിയില്ല സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ഇവിടെ കാണുന്ന ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത് എന്ന് താൻ പല ആവർത്തി പറഞ്ഞതാണ്. മാത്രമല്ല തൊട്ടു മുൻപ് വരെ അനന്തൻ ഈ വിഷയത്തിൽ താല്പര്യമുള്ള ഭാവത്തിലല്ല നിന്നത്. പക്ഷേ പെട്ടെന്നാണ് അനന്തൻ അയാളെ പോയി ആക്രമിച്ചത്. അതും തികച്ചും അപ്രതീക്ഷിതമായി. എന്താണ് ഈ ചെറിയ സമയം കൊണ്ട് അനന്തനിൽ മാറ്റമുണ്ടാകാൻ കാരണം? ഇതായിരുന്നു മാലിനിയുടെ ചിന്ത. കൃഷ്ണപ്രിയയും നടന്ന കാര്യങ്ങളുടെ ആഘാതത്തിൽ ഞെട്ടലോടെ തന്നെയാണ് ഇരിക്കുന്നത്. അവൾ ബോധം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ പോലും തന്റെ മുത്തശ്ശിയുടെ മേലെ ഒരു കവചം പോലെ മറഞ്ഞാണ് നിലത്തിരിക്കുന്നത്. ഏറ്റ പ്രഹരത്തിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ അടഞ്ഞു തൂങ്ങുന്നുണ്ട്. കൃഷ്ണപ്രിയ കുട്ടിക്കാലം മുതലേ ഇത്തരം പ്രശ്നങ്ങൾ സഹിച്ചു തന്നെയാണ് വളർന്നത്. അവളുടെ കൊടിയ ദാരിദ്ര്യം കാരണം എല്ലാവരും അവളെ ചൂഷണം ചെയ്യുക പതിവാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് ഇവരുടെ കൈകൊണ്ട് മരിച്ചു പോയാലും അത് നന്നായി എന്നേ അവൾ ചിന്തിക്കൂ. അത്രത്തോളം ജീവിതം മടുത്തു പോയിട്ടുണ്ട് ആ കുട്ടിക്ക്. അവൾ മുത്തശ്ശിയെ പൊതിഞ്ഞു പിടിച്ച് അവരുടെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആ ഇരിപ്പിരിക്കെയാണ് അവൾ ശ്രദ്ധിക്കുന്നത്. തന്നെ ഇപ്പോൾ ആരും തുടരെ തുടരെ അടിക്കുന്നില്ല. ചുറ്റുമുള്ള ഭീഷണിയുടെ സ്വരവും കേൾക്കുന്നില്ല. അവൾ തലയിൽ അടികൊണ്ട ഭാഗത്ത് അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുകൾ പ്രയാസപ്പെട്ട് വലിച്ചു തുറന്നു. അന്നേരം മുന്നിൽ കണ്ടവനെ എവിടെയോ കണ്ടു മറന്നതുപോലെ അവൾക്ക് തോന്നി. ഓർമ്മയിലൊന്ന് പരതിയപ്പോൾ ശരിക്കും മനസ്സിലായി. ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യൻ, തന്റെ അരികിൽ ഒരു മടിയും കൂടാതെ ഇരുന്നവൻ. അതെ, അവൻ തന്നെയാണ്. അനന്തൻ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് നേരെ കൈനീട്ടി. പ്രിയ, തനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, പേടിക്കണ്ട. എന്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് വാ. അതും പറഞ്ഞ്
അനന്തൻ അവളുടെ കയ്യിൽ പിടിച്ച് ആയത്തിൽ എഴുന്നേൽപ്പിച്ചു. അനന്തൻ അനന്തൻ എന്താ ഇവിടെ? എന്നെന്തിനാ രക്ഷിച്ച്? അവൾ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ അവളുടെ മുത്തശ്ശിയെ കൂടി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും അവർ ബോധം പൂർണ്ണമായും നശിച്ച് നിലത്തേക്ക് വീണു. കൃഷ്ണപ്രിയയെ ഉപദ്രവിച്ച 3 പേരും അടങ്ങാത്ത കലിയോടെ അനന്തന്റെ അരികിലേക്ക് വന്നു. അവർ മറ്റുള്ളവരെ പോലെ അത്ര ബുദ്ധിശൂന്യരായിരുന്നില്ല. അനന്തന്റെ ഒറ്റ ചവിട്ടേറ്റതും തങ്ങളിൽ ഒരാൾ ഇത്രയും ദൂരം തെറിച്ചു വീണത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മൂവർക്കും മനസ്സിലായി അനന്തൻ അത്ര നിസാരനല്ല എന്ന്. പക്ഷെ അവർക്ക് അതും ഭയന്ന് അടങ്ങിയിരിക്കാനും കഴിയില്ലായിരുന്നു. കുഞ്ഞു ചെക്ക, നീ ഞങ്ങളെ ചവിട്ടി വീഴ്ത്താറായോ? എവിടെ നിന്റെ അച്ഛൻ? പിള്ളേരെ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് തനിച്ചാണോ വിടുന്നതെന്ന് അങ്ങേരോടൊന്ന് ചോദിക്കട്ടെ. അനന്തനെ തീരെ കുഞ്ഞായി കണ്ട് പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? നീ ഇവളുടെ ആരാ? അല്ല, ആരായാലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളുടെ സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയ ഈ പെണ്ണിനെ രക്ഷിക്കാനാണ് നിന്റെ വരവെങ്കിൽ നീ ഇങ്ങനെ 2 കാലിൽ തിരികെ പോവില്ല. അവരിൽ ഒരാൾ പറഞ്ഞു. അനന്തൻ അത് പറഞ്ഞ ആളിനെ അടിമുടി ഒന്ന് നോക്കി. ആ മൂവരിൽ മൂത്തവൻ അയാളാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. അനന്തൻ ഇത്തരം വീരവാദങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമയം കളയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. തന്റെ സഹപാഠിയെ തികച്ചും നിസ്സഹായയായി, അതും വളരെ അവശയായി കണ്ടപ്പോൾ അവന് വെറുതെ നിൽക്കാനായില്ല. അവളെ രക്ഷിക്കേണ്ടത് സ്വന്തം കടമയാണെന്ന് തോന്നി. അല്ലാതെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നോ അതിൽ ഇടപെടണമെന്നോ ഒന്നും അനന്തന് ആഗ്രഹമില്ലായിരുന്നു. അയാൾക്ക് മറുപടി ഒന്നും നൽകാതെ അനന്തൻ വീണ്ടും കൃഷ്ണപ്രിയയുടെ നേർക്ക് തിരിഞ്ഞു. പ്രിയ, നീ തന്നെ പറയും, എന്താ ഉണ്ടായെന്ന്? എന്തിനാ ഇവന്മാര് നിന്നെ ഉപദ്രവിക്കുന്നത്? പെട്ടെന്ന് ഇതെല്ലാം തീർത്ത നമുക്ക് പോയി നിങ്ങളുടെ വല്ലായ്മയെല്ലാം ഭേദമാക്കാം. അനന്തൻ ചോദിച്ചു. അനന്തൻ ചോദിച്ചതിന് മറുപടി പറയാൻ പോലും അവൾക്ക് ധൈര്യം പോരായിരുന്നു. അവളുടെ ശരീരം ആകെ വിറച്ചു. പക്ഷേ അവരുടെ കയ്യിലെ ഡയമണ്ട് നെക്ലസിലേക്ക് നോക്കിയതും അവൾക്ക് എവിടെ നിന്നോ അല്പം ധൈര്യം വന്നു. ഇവന്മാര് പറയുന്നത് മുഴുവൻ കള്ളോ. ആ മാല ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. അത് സത്യത്തിൽ ഇവന്മാരുടെ അല്ല, എന്റേതാ. എന്റെ കയ്യിൽ നിന്ന് ഇവര് തട്ടിയെടുത്തതാ. പക്ഷെ ഞാൻ വിടില്ല. നിന്റെയൊക്കെ കൈക്കരുത്തുകൊണ്ട് എനിക്ക് നീതി കിട്ടാതെ പോയ വെറുതെ വിടില്ല ഞാൻ. എന്നെ നിങ്ങൾ ഇവിടെ വെച്ച് കൊന്നാൽ പോലും എന്റെ ആത്മാവ് നിങ്ങളെ പിന്തുടരും. അവൾ വീറോടെ വിളിച്ചു പറഞ്ഞു. അത്രയും പറഞ്ഞു തീർത്തപ്പോഴേക്കും അവളുടെ ശബ്ദം ഇടറി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഈ നെക്ലസ് നിന്റേതാണെന്ന്? ആണെന്നല്ല, ആയിരുന്നു എന്നാണ് പറയേണ്ടത്. ഇന്നലെ വരെ ഇത് നിന്റേതായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം നീ ഇത് ഞങ്ങൾക്ക് വിറ്റു. 2 ലക്ഷം രൂപയും വാങ്ങി. അതിനുശേഷം ഇത് ഞങ്ങളുടേതാണ്. പക്ഷെ ഇന്ന് രാവിലെ നീ വന്ന് ഈ മാല തിരികെ ആവശ്യപ്പെട്ടു. ഞങ്ങളെന്നല്ല, ആരും തന്നെ വാങ്ങിയ സാധനം പിന്നീട് വന്ന് ചോദിച്ചാ വെറുതെ തിരിച്ചു തരില്ല. മാല കിട്ടില്ല എന്നായപ്പോ നീ ഞങ്ങളുടെ അനുവാദമില്ലാതെ കട്ടെടുത്ത് കൊണ്ടുപോയി. ഇതാണ് സത്യം. അവരിൽ മൂത്ത സഹോദരൻ പറഞ്ഞു. അതെ, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വിറ്റു, അത് ശരിയാ. പക്ഷെ നിങ്ങൾ എനിക്ക് പകരം തന്നത് വെറും കള്ളനോട്ടുകളല്ലേ. ഞാനത് തിരിച്ചറിയാൻ വൈകിപ്പോയി. അപ്പോഴേക്കും മാല ഇവരുടെ കയ്യിലായി കഴിഞ്ഞു. കള്ളനോട്ടിന് വേണ്ടിയല്ല ഞാൻ നിങ്ങൾക്ക് എന്റെ മാല വിറ്റത്, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അനന്തൻ അത്രയും കേട്ടപ്പോൾ തന്നെ ആരുടെ ഭാഗത്താണ് ന്യായമെന്നും എന്താണ് അവിടെ നടക്കുന്നത് എന്നും കൃത്യമായി മനസ്സിലായി. ഇപ്പോഴും നിങ്ങൾ സ്വയം മാന്യന്മാരെന്ന് തന്നെയാണോ വിശേഷിപ്പിക്കുന്നത്? നാണമില്ലല്ലോ ഒരു കൊച്ചു പെൺകുട്ടിയോട് ഇങ്ങനെ തട്ടിപ്പ് കാണിക്കാൻ. അതും പോരാഞ്ഞിട്ട് അവൾ ഇത്രയും ക്രൂരമായി തല്ലി ചതച്ചിരിക്കുന്നു. കണ്ട കോളിന് നീയൊക്കെ ഇവിടെ നിന്ന് മണ്ണ് തിന്നിട്ടേ പോവൂ എന്നാ തോന്നുന്നത്, അനന്തൻ പറഞ്ഞു. ആഹാ, മോൻ ഞങ്ങള് മണ്ണ് തീറ്റിക്കാൻ വന്നത്? അത്രയ്ക്ക് ചങ്കുറപ്പ് നിനക്കുണ്ടോടാ കൊച്ചനെ? അയാൾ ചോദിച്ചു. അതുമല്ല, ഒരാള് കച്ചവടത്തിൽ ഇറങ്ങുമ്പോ അതിൽ കള്ളവും കളിപ്പീരും എല്ലാം ഉണ്ടാവും. ഞങ്ങൾ കൊടുത്തത് കള്ളനോട്ടാണോ ഒറിജിനൽ ആണോ എന്നൊക്കെ ഇന്നലെ കാശ് വാങ്ങുന്ന സമയം തന്നെ നോക്കി ഉറപ്പ് വരുത്തണമായിരുന്നു. അതുപോലെ പറഞ്ഞ കാശ് മുഴുവനായിട്ട് കൃത്യമായിട്ടുണ്ടോ എന്നും മറ്റും മുഴുവൻ ഉറപ്പ് വരുത്തിയിട്ട് വേണം സാധനം കൊടുത്തിട്ട് പോവാൻ. അല്ലാതെ വീട്ടിൽ ചെന്നിട്ട് മോങ്ങിക്കൊണ്ട് വരികയല്ല വേണ്ടേ. ഇവൾക്ക് ഇതൊക്കെ നോക്കിയും കണ്ടും ഒരു കച്ചവടം ചെയ്യാനുള്ള കഴിവില്ലാതെ പോയതിന് ഞങ്ങളാണോ കുറ്റക്കാര്? മറ്റൊരുത്തൻ ചോദിച്ചു. അപ്പോ അബദ്ധം പറ്റിയ ആളിന്റെ ഭാഗത്ത് തന്നെയാണ് മുഴുവൻ തെറ്റും. അവളെ ചതിച്ച നിങ്ങൾ പരിശുദ്ധന്മാര് അല്ലേ?
അനന്തൻ ചോദിച്ചു. അതിന് ഞങ്ങളാണ് ചതിച്ചതെന്നതിന് എന്താ തെളിവ്? അവള് വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ കൊടുത്ത നോട്ട് മാറ്റി പകരം കള്ളനോട്ട് വെച്ചതാണെങ്കിലോ? കാശും മാലയും ഒരുമിച്ച് തട്ടാൻ ഇങ്ങനെയുള്ള ചതികൾ ഒരുപാടുണ്ട് ചന്തയില്. എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് പോയി അത്യാവശ്യ ഉപയോഗം കഴിയുമ്പോൾ നേരെ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുകൊടുത്ത് കാശ് വാങ്ങാം. അതുപോലെ സാധനം വിറ്റ ശേഷം കാശ് എണ്ണി വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നീട് തന്നതിൽ കുറവുണ്ടെന്നും പറഞ്ഞു വരിക. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഫീൽഡിൽ പണ്ടേ ഉള്ളതാ. അതുപോലെ ഇവള് തന്നെയാവും ഞങ്ങൾ കൊടുത്ത നോട്ടും മാറ്റി കള്ളനോട്ട് വെച്ചത്. മൂവരിൽ ഇളയവൻ പറഞ്ഞു. എന്താ പറഞ്ഞ? ഞാൻ കള്ളനോട്ട് വെച്ചെന്നോ? ഇത്രയും കള്ളനോട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? അവൾ തന്റെ ബാഗിലിരുന്ന 2 കെട്ട് നോട്ട് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. 2 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകൾ അവരുടെ മുന്നിൽ ചിതറി വീണു. കൃഷ്ണപ്രിയയുടെ കരച്ചിൽ കണ്ട് അവർ മൂവരും ചിരിച്ചു. നീ ഇത്രയ്ക്ക് അഹങ്കാരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ഞങ്ങൾ നിന്നോട് അല്പം അലിവ് കാണിച്ചേനെ. അതും നിന്റെ ഈ പട്ടിണിയും പരിവട്ടവും കണ്ട് മനസ്സലിഞ്ഞിട്ട്. പക്ഷെ ഇവിടെ കിടന്ന് ഇത്രയും ഷോ കാണിച്ച സ്ഥിതിക്ക് മോളൊരു കാര്യം ചെയ്യും. വേഗം ആ നിലത്ത് വലിച്ചെറിഞ്ഞ കള്ളനോട്ടും പെറുക്കിയെടുത്ത് വീട്ടിലേക്ക് പോകും. വേണേ ഇതുകൂടി വെച്ചോ. അയാൾ തന്റെ പോക്കറ്റിൽ നിന്നും 100 രൂപയെടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അയാളുടെ അഹങ്കാരം മതിര് കടന്നത് കണ്ട അനന്തൻ അവർ മൂവരെയും ഒരു പാഠം പഠിപ്പിക്കാതെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് മനസ്സാൽ ഉറപ്പിച്ചു. അനന്തന്റെ കോപം കൊണ്ടുള്ള വാക്കുകളെയെല്ലാം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ അവന്റെ മുന്നിൽ നിന്നു. എതിരാളിയുടെ ശക്തി മനസ്സിലാക്കാതെ സ്വയം അഹങ്കരിച്ചു നിൽക്കുന്ന അവരെ കാണുകെ അപ്പോഴും മണ്ണാർക്കാട്ടെ ചേട്ടനനിയന്മാരെ തൊട്ടാൽ തൊടുന്നവൻ വിവരമറിയുമെന്ന അടക്കം പറച്ചിൽ ആളുകളുടെ ഇടയിൽ എവിടെ നിന്നൊക്കെയോ അനന്തന് കേൾക്കാമായിരുന്നു. അനന്തൻ പുതിയ ശത്രുക്കളെ സമ്പാദിക്കുകയാണോ